ഏപ്രിൽ മാസത്തെ വെയിലിന്റെ കാഠിന്യം കുറഞ്ഞു തുടങ്ങിയ ഒരു വൈകുന്നേരം. നെല്ല് വിളഞ്ഞു നിൽക്കുന്ന പാടത്തിന് നടുവിലൂടെയുള്ള ടാറിട്ട റോഡിലൂടെ ആര്യയുടെ സ്കൂട്ടി പതുക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ ടൗണിലെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുകയാണ്. പഠിക്കാൻ മിടുക്കിയായിരുന്ന അവൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ആ ജോലിയിൽ കയറി പറ്റാൻ സാധിച്ചു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വെച്ചു പിടിക്കുകയാണ് അവൾ. പച്ചപ്പ് നിറഞ്ഞ ആ റോഡിലൂടെ അവളുടെ ചുവന്ന സ്കൂട്ടി പോകുന്നത് കാണാൻ വല്ലാത്ത ഒരു ഭംഗിയാണ്. അല്പദൂരം കഴിഞ്ഞ് ആ സ്കൂട്ടി ചെന്നു നിൽക്കുന്നത് വലിയൊരു കോവിലകത്തിന്റെ മുൻപിലാണ്. ശ്രീമംഗലം കോവിലകം. ആര്യ സ്കൂട്ടി സൈഡാക്കി ഇറങ്ങുമ്പോൾ തന്നെ കാണാമായിരുന്നു ഉമ്മറത്തിരിക്കുന്ന അമ്മാവന്മാരെയും മുത്തശ്ശിയെയും. അവരോടൊന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് ആര്യ തലയിൽ നിന്ന് ഹെൽമറ്റ് ഊരിവെച്ചു. എന്നിട്ട് തോളിലെ ബാഗ് ഒന്ന് ശരിയാക്കിക്കൊണ്ട് ഉമ്മറത്തെ പടവുകൾ കയറി. ഉമ്മറത്ത് എത്തിയ അവൾ അമ്മാവന്മാരുടെയും മുത്തശ്ശിയുടെയും മുഖത്ത് നോക്കി ചിരിച്ചെങ്കിലും അവരുടെ മുഖത്തിന് വലിയ തെളിച്ചമില്ലായിരുന്നു. എന്തു പറ്റി മുത്തശ്ശി? ആര്യ കൊഞ്ചി ചോദിച്ചുകൊണ്ട് മുത്തശ്ശിക്കരികിലേക്ക് ചെന്നു. ഒന്നുമില്ല മോളെ, മുത്തശ്ശി ചെറുതായി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ അപ്പോൾ മുത്തശ്ശിക്ക് എതിർഭാഗത്തിരിക്കുന്ന അമ്മാവന്മാരെ രണ്ടാളെയും ഒന്ന് മാറി മാറി നോക്കി. അവരുടെ മുഖത്തും അപ്പോൾ വലിയ സന്തോഷമില്ലാത്തതായി അവൾക്ക് തോന്നി. എന്തു പറ്റി വല്യമ്മാമ്മേ? എല്ലാവരുടെ മുഖവും എന്താ കടന്നലു കുത്തിയ പോലെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആര്യ വീണ്ടും ചോദിച്ചപ്പോൾ അമ്മാവന്മാർ രണ്ടുപേരും അവളോട് എന്തു പറയണമെന്ന് അറിയാതെ ഒന്ന് തല താഴ്ത്തി. മുത്തശ്ശിയുടെ വാടിയ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിയപ്പോൾ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിൽ താൻ കയറി വരുമ്പോൾ ചിരിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുന്നവരാണ്. എന്താണെങ്കിലും എന്നോട് പറയൂന്നേ. നിങ്ങളെല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ്? എന്താ മുത്തശ്ശി കാര്യം? അവൾ ഒന്നുകൂടെ മുത്തശ്ശിയെ നോക്കി. അത് മോളെ, കഴിഞ്ഞ ആഴ്ച നിന്നെ പെണ്ണ് കാണാൻ വന്നില്ലേ? ആ ആലോചനയും മുടങ്ങി കുട്ടിയെ, മുത്തശ്ശി അവളോട് പറഞ്ഞു. ആര്യ അപ്പോൾ മുത്തശ്ശിയെ തന്നെ ഒന്ന് നോക്കി. അവനാ ആ അർജുൻ. അവൻ്റെ മുഖമടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ആര്യയുടെ വല്യമ്മാവൻ ഇരിക്കുന്നിടത്തു നിന്ന് എണീറ്റ് ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ തന്നെയാണ് ഈ കല്യാണവും മുടക്കിയത്. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ കളിക്കാണ് അവൻ. അവനിട്ട് രണ്ട് പൊട്ടിക്കാൻ എൻ്റെ കൈ തരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അവനെ പോയി കൈവച്ച് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും വേണ്ടാത്തതൊക്കെ പറഞ്ഞു പരത്തും. പിന്നെ അതൊക്കെ നാട്ടിൽ പാട്ടാവും. അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ പേരുദോഷം മോൾക്ക് തന്നെയാണ്. അത് വിചാരിച്ച് മാത്രമാണ് വല്യമ്മാമ്മ ഒഴിവാക്കി വിടുന്നത് എന്ന് കരുതി വരുന്ന കല്യാണാലോചനകളൊക്കെ അവൻ മുടക്കിയാൽ എന്തു ചെയ്യും? നല്ലൊരു ആലോചനയായിരുന്നു ഞായറാഴ്ച വന്നത്. ഒറ്റ മോൻ, കൊടികുത്തിയ കോടീശ്വരൻ. അവർക്കാണെങ്കിൽ മോളെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ജാതകവും നല്ല ചേർച്ചയുണ്ടായിരുന്നു. പക്ഷേ ഇവൻ വീണ്ടും ഇങ്ങനെ ഒരു പാര വെക്കുമെന്ന് ആരറിഞ്ഞു? അമ്മാവന്മാർ രണ്ടുപേരും ദേഷ്യം കൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാം കൂടെ കേട്ടപ്പോൾ ആര്യയ്ക്ക് ആകെ വല്ലാതെയായി. അമ്മയും അച്ഛനുമൊക്കെ മരിച്ച ആര്യയെ പൊന്നുപോലെ നോക്കുന്നത് അമ്മാവന്മാരും മുത്തശ്ശിയും ഒക്കെയാണ്. ആ കോവിലകവും അതിനു ചുറ്റുമുള്ള ഏക്കറോളം വരുന്ന ഭൂമിയും മറ്റു പല ബിസിനസ്സുകളും ആര്യയുടെ അച്ഛൻ്റെ പേരിലുള്ളതാണ്. ഇട്ടുമൂടാനുള്ള സ്വത്ത് അവൾക്ക് സ്വന്തമായുണ്ട്. ബാങ്കിലെ ജോലി അവളുടെ താല്പര്യം കൊണ്ട് മാത്രം പോകുന്നതാണ്. വാസ്തവത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യം അവൾക്കില്ല. ആര്യ കുഞ്ഞായിരിക്കുമ്പോൾ ഒരിക്കൽ ഗുരുവായൂർ പോയി തിരികെ വരികയായിരുന്ന അവരുടെ കാർ ആക്സിഡന്റിൽ പെടുകയായിരുന്നു. ആ അപകടത്തെ തുടർന്ന് ആര്യയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. കാറിൽ നിന്ന് തെറിച്ചു പോയ ആര്യ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അവൾ ആ വലിയ വീട്ടിൽ തനിച്ചാവുകയായിരുന്നു. ആര്യയുടെ അമ്മയുടെ കുടുംബമെന്ന് പറയുന്നത് നന്നേ സാധാരണക്കാരായിരുന്നു. ഒട്ടും സമ്പത്തുള്ള കുടുംബമേ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആര്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം അമ്മാവന്മാർ രണ്ടുപേരും അവളെ നോക്കാൻ എന്ന വിധത്തിൽ കോവിലകത്തേക്ക് താമസം മാറ്റുകയായിരുന്നു. പിന്നീട് അവൾക്കെല്ലാം അമ്മാവന്മാരായിരുന്നു. അമ്മാവന്മാരും അമ്മായിമാരും അവരുടെ മക്കളും മുത്തശ്ശിയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കുടുംബം ഇപ്പോൾ ആ കോവിലകത്തുണ്ട്. ആര്യയുടെ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ ഇപ്പോൾ നോക്കി നടത്തുന്നത് അമ്മാവന്മാരാണ്. എല്ലാത്തിനും അവകാശിയാണെങ്കിൽ ആര്യ മാത്രവും. പക്ഷെ എത്ര സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ടും ആര്യയുടെ വിവാഹം ഒന്നൊന്നായി മുടങ്ങുകയാണ്. കോവിലകത്ത് പണ്ട് അടുക്കള ജോലിക്ക് നിന്നിരുന്ന ശാരദയുടെ മകൻ അർജുന് ആര്യയെ വലിയ ഇഷ്ടമായിരുന്നു. കുഞ്ഞുനാളിലൊരിക്കൽ കോവിലകത്ത് വെച്ച് അവനാ ഇഷ്ടം ആര്യയോട് തുറന്നു പറഞ്ഞതുമാണ്. എന്നാൽ അതറിഞ്ഞ അമ്മാവന്മാർ അതിന് മറുപടി കൊടുത്തത് അവനെയും അമ്മയെയും അവിടെ നിന്ന് ആട്ടിയിറക്കിക്കൊണ്ടായിരുന്നു. ഒരു സാധാ അടുക്കള ജോലിക്കാരിയുടെ മോൻ കോവിലകത്തെ കുട്ടിയോട് ഇഷ്ടം പറയുക എന്ന് വെച്ചാൽ അവർക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. അന്നത്തെ ആ സംഭവത്തോടെ തന്നെ ശാരദ ജോലി നിർത്തി മോനെയും കൊണ്ട് അവിടെ നിന്നിറങ്ങി.
പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. ആര്യ പഠിച്ച് ബാങ്കിൽ ജോലി നേടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഒരു 6 മാസം മുൻപാണ് അർജുൻ വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ ആര്യയെ കാണാൻ അവൾ ജോലി ചെയ്യുന്ന ബാങ്കിൽ എത്തുകയും അവളോട് പണ്ട് മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്ന് തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ ആര്യയ്ക്ക് അവനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. തനിക്കിഷ്ടമില്ലെന്ന് അവൾ അപ്പോൾ തന്നെ തുറന്നടിച്ചു പറയുകയും ചെയ്തു. അപ്പോഴാണ് താൻ ഇപ്പോൾ പഴയ ജോലിക്കാരിയുടെ മോനല്ലെന്നും പഠിച്ചൊരു ഡോക്ടറായി എന്നുമുള്ള സത്യം അർജുൻ ആര്യയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത ഇപ്പോൾ എനിക്കുണ്ടോ എന്ന് അർജുൻ അവളോട് ചോദിച്ചെങ്കിലും അവൾക്കവനെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. അമ്മാവന്മാർ മുഖാന്തരം വരുന്ന വലിയ വീട്ടിലെ ആലോചനകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അർജുൻ്റെ സ്ഥാനം എത്രയോ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും അവൻ ഇഷ്ടവുമായി വന്നപ്പോഴും ആര്യ അവനെ മനസ്സിലാക്കിയില്ല. അവൾ താല്പര്യമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എങ്കിലും അർജുൻ അത് വിട്ട് കളഞ്ഞിരുന്നില്ല. പാടത്തും റോഡിലുമെല്ലാം അവൻ ആര്യയെ കാത്തിരുന്നു. എത്ര ഒഴിവാക്കിയിട്ടും വീണ്ടും വീണ്ടും പിറകെ വന്നപ്പോൾ ആര്യയ്ക്ക് അവൻ വല്ലാത്തൊരു ശല്യമായി മാറി. അങ്ങനെ അവൾ അവൻ്റെ കാര്യം അമ്മാവന്മാരോട് പറഞ്ഞപ്പോൾ അവരൊരു തവണ അവനെ ഭീഷണിപ്പെടുത്തി നിർത്തുകയും ചെയ്തിരുന്നു. എന്നാലും അർജുൻ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. കല്യാണപ്രായം എത്തിയതുകൊണ്ട് തന്നെ ആര്യയ്ക്ക് വിവാഹാലോചനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. എല്ലാവരും വരും, പെണ്ണ് കണ്ടിട്ട് പോകും. എന്നാൽ വന്നവരൊക്കെ പിന്നെ ആ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അങ്ങനെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കല്യാണങ്ങളൊക്കെ അർജുൻ മുടക്കുകയാണെന്നാണ് അമ്മാവന്മാർക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആര്യയ്ക്ക് അവനോടുള്ള ദേഷ്യം ഒന്നുകൂടെ കൂടി. തൻ്റെ കോവിലകത്തെ വെറും ഒരു ജോലിക്കാരിയുടെ മകന് തന്നെ അർഹിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലെന്നായിരുന്നു അവളുടെ ഭാഗം. പിന്നെ പഠിത്തം കഴിഞ്ഞ് ഒരു ഡോക്ടറായി എന്നത് ഒഴിച്ചു നോക്കിയാൽ അർജുൻ ഇപ്പോഴും ആ പഴയ വേലക്കാരിയുടെ മകൻ തന്നെയാണ്. തൻ്റെ തറവാടിനോ സ്വത്തിനോ പ്രതാപത്തിനോ ഒപ്പം നിൽക്കാൻ അർജുന് ഒരു യോഗ്യതയുമില്ല. അവളുടെ മനസ്സ് നിറയെ അവനോടുള്ള വെറുപ്പായിരുന്നു. അതിനോടൊപ്പം ഇപ്പോൾ തനിക്ക് വരുന്ന ആലോചനകൾ മുടക്കാൻ കൂടെ തുടങ്ങിയപ്പോൾ അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് കലി വരാൻ തുടങ്ങി. കല്യാണം മുടക്കുന്ന കാര്യം അമ്മാവന്മാർ പറഞ്ഞ് പല തവണ കേട്ടിരുന്നെങ്കിൽ പോലും അവൾ അത് പോട്ടെ പോട്ടെ എന്നു വെച്ച് ഒഴിവാക്കി വിടാറായിരുന്നു പതിവ്. എന്നാൽ വീണ്ടും ആ ഒരു കാര്യം തന്നെ ആവർത്തിച്ചു കേട്ടപ്പോൾ ആര്യയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൻ തന്നെയാണ് മുടക്കിയത് എന്ന് ഉറപ്പാണോ വല്യമ്മാമേ? ആര്യ അമ്മാവനോട് ചോദിച്ചു. ആ കുട്ടിയെ അവൻ തന്നെയാണ്. നിന്റെ കല്യാണം എത്രത്തോളം ആർഭാടമായിട്ട് നടത്താൻ അമ്മാവന്മാർ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നറിയാമോ? പറ്റിയ ഒരു ബന്ധം ഒത്തുകിട്ടിയാൽ ഈ തറവാട്ടിൽ വെച്ച് കെങ്കേമമായിട്ട് തന്നെ നമുക്കത് നടത്താം. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവിന് കൊടുക്കാൻ ആ ഒരു സന്തോഷം മാത്രമേ ഇനിയുള്ളൂ. എൻ്റെ സ്വന്തം മക്കളെ കെട്ടിച്ചു വിടാൻ പോലും എനിക്ക് ഇത്രത്തോളം ആഗ്രഹമില്ല. പക്ഷേ നിനക്കൊരു ജീവിതമുണ്ടായി കാണണം. അതിനാ നശിച്ചവൻ സമ്മതിക്കണ്ടേ? ഇനി ചീത്തപ്പേര് വരുന്നതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവന് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുത്തോളാം. ഇനി വരുന്നൊരു ബന്ധം മുടക്കാൻ അവൻ്റെ നാവ് പൊങ്ങില്ല, വല്യമ്മാവൻ ആര്യയോട് പറഞ്ഞു. എന്തൊരു യോഗ എൻ്റെ കുട്ടിയുടേത്. ഏതോ ഒരുത്തൻ കാരണം വരുന്ന ആലോചനകളൊക്കെ മുടങ്ങുകയെന്ന് വെച്ചാൽ. മുത്തശ്ശിയും കണ്ണു തുടച്ചു. എല്ലാം കൂടെ കേട്ട് ആര്യയ്ക്ക് വല്ലാതെ ദേഷ്യം കയറി. മോളൊരു വാക്ക് പറഞ്ഞാൽ മതി, തട്ടിയേക്കട്ടെ അവനെ. ചെറിയമ്മാവനാണ് ആര്യയോട് അത് ചോദിച്ചത്. വേണ്ട ചെറിയമ്മാമേ, തൽക്കാലം ഒന്നും ചെയ്യേണ്ട. അവനിനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി എത്ര കല്യാണങ്ങൾ മുടക്കിയാലും ഈ ജന്മം മുഴുവൻ തപസ്സിരുന്നാലും അവന് എന്നെ കിട്ടാൻ പോണില്ല. അവൻ്റെ മുഖത്ത് നോക്കി നല്ല വർത്താനം പറയാൻ എനിക്ക് തന്നെ അറിയാം. തൽക്കാലം അമ്മാമ്മമാര് ഇതിൽ ഇടപെടണ്ട. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം. ആര്യ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അമ്മാവന്മാർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. മുത്തശ്ശിയാണെങ്കിൽ വിഷമത്തോടെ തല താഴ്ത്തിയിരുന്നു. റൂമിൽ ചെന്ന ആര്യ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് നേരെ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. വാതിലടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് അവളുടെ ചുരിദാറിൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തു. അതിൽ ഗൂഗിളിൽ നോക്കി അർജുൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ കോൺടാക്ട് നമ്പർ സെർച്ച് ചെയ്തെടുത്തു. എന്നിട്ട് മറ്റൊന്നും ആലോചിക്കാതെ ആ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ, SPT ഹോസ്പിറ്റൽ. ഒരു തവണ റിംഗ് ചെയ്തപ്പോൾ തന്നെ ഹോസ്പിറ്റൽ റിസപ്ഷനിലെ സ്റ്റാഫ് ഫോൺ എടുത്തു. അർജുൻ ഡോക്ടറെ അത്യാവശ്യമായി ഒന്ന് കണക്ട് ചെയ്തു കിട്ടണം. വെരി അർജൻറ്റ്. ഫോൺ എടുത്ത നിമിഷം തന്നെ ആര്യ സ്റ്റാഫിനോട് പറഞ്ഞു. സോറി മാഡം, ഡോക്ടറുടെ അനുവാദമില്ലാതെ കണക്ട് ചെയ്തു തരാൻ കഴിയില്ല. സ്റ്റാഫ് ഉടനെ മറുപടിയും കൊടുത്തു. ഞാൻ ഡോക്ടറുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവാണ്. ഡോക്ടറുടെ ഫോണിൽ വിളിച്ചു കിട്ടാത്തതുകൊണ്ടാണ്. അർജൻറ്റായ ഒരു കാര്യം പറയാനാണ്.
വെരി സീരിയസ്. നിങ്ങൾക്ക് ഡോക്ടറെ നേരിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നമ്പർ തരൂ. ഞാൻ വിളിച്ചോളാം. എങ്ങനെയെങ്കിലും ഒന്ന് സഹകരിച്ചേ പറ്റൂ. ആര്യ വീണ്ടും വീണ്ടും കർശനമായി പറഞ്ഞു. സോറി മാഡം, ഡോക്ടർ ഇപ്പോൾ റൂമിൽ കൺസൾട്ടിങ്ങിലായിരിക്കും. പേഷ്യൻസ് ഉള്ള ടൈമാണ്. ഞങ്ങൾക്കങ്ങനെ അനുവാദമില്ലാതെ മറ്റ് നമ്പർ തരാൻ പറ്റില്ല മാഡം, സ്റ്റാഫ് വീണ്ടും പറഞ്ഞു. വളരെ അർജന്റ് ആണെന്ന് പറഞ്ഞില്ലേ? ഡോക്ടറുടെ ഒരു ബന്ധുവാണ്. ശ്രീമംഗലം കോവിലകത്തെ ആര്യ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പ്ലീസ് ഒന്ന് കണക്ട് ചെയ്തു തരൂ. റൂമിൽ വിളിച്ച് ഡോക്ടറോട് ഒന്ന് ചോദിച്ചു നോക്കൂ. ഡോക്ടർക്ക് സമ്മതമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. അത്യാവശ്യ കാര്യത്തിന് ഒരു ബന്ധു വിളിച്ചിട്ട് നിങ്ങൾ കോൾ കണക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് തന്നെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരും. അത്രയ്ക്ക് സീരിയസ് ആണ്. അർജന്റ് ഡോക്ടറെ കണക്ട് ചെയ്യൂ, ആര്യ തറപ്പിച്ചു പറഞ്ഞു. ഒരു മിനിറ്റ് മാഡം, ഒന്ന് ഹോൾഡ് ചെയ്യൂ. സ്റ്റാഫ് അത് പറഞ്ഞുകൊണ്ട് അർജുൻ്റെ മുറിയിലേക്ക് കോൾ ഡൈവേർട്ട് ചെയ്തു. അർജുൻ ഒരു രോഗിയുടെ എക്സ്റേ റിപ്പോർട്ട് വെളിച്ചത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു നോക്കുമ്പോഴാണ് റൂമിൽ ഫോൺ റിംഗ് ചെയ്തത്. റിംഗ് കേട്ടതും അർജുൻ കസേരയിൽ നിന്ന് തിരിഞ്ഞിരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റിനോട് ഫോൺ അറ്റൻഡ് ചെയ്യാനായി കണ്ണുകൊണ്ട് കാണിച്ചു. അർജുൻ്റെ അസിസ്റ്റന്റ് രേവതി അപ്പോൾ കോൾ എടുത്തു. ഹലോ. അപ്പുറത്ത് നിന്ന് റിസപ്ഷൻ സ്റ്റാഫ് രേവതിയോട് കാര്യം സംസാരിച്ചു. ഡോക്ടർ കൺസൾട്ടിങ്ങിലാണല്ലോ, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി കോൾ ഹോൾഡ് ചെയ്തു. അർജുൻ അപ്പോൾ എക്സ്റേ റിപ്പോർട്ട് മേശപ്പുറത്തേക്ക് വെച്ച് രോഗിക്ക് മരുന്ന് എഴുതുകയായിരുന്നു. മേജർ പ്രോബ്ലം ഒന്നും കാണാനില്ല. ഈ മരുന്ന് കഴിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞു വരണം. വരുമ്പോൾ ഒന്നുകൂടെ ഷുഗറും കൊളസ്ട്രോളും എല്ലാം ടെസ്റ്റ് ചെയ്തു വരണം, അർജുൻ രോഗിയോട് പറഞ്ഞു. അയാൾ അർജുനെ നോക്കി തല കുലുക്കിയ ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. സർ, സാറിനാണ് കോൾ. സാറിൻ്റെ ഒരു ബന്ധുവാണ്. വളരെ അർജന്റ് ആണെന്ന് പറഞ്ഞു. കണക്ട് ചെയ്യട്ടെ എന്ന് റിസപ്ഷനിൽ നിന്ന് ചോദിക്കുന്നു. പേഷ്യൻ്റ് പോയി കഴിഞ്ഞ ശേഷം രേവതി അർജുനോട് പറഞ്ഞു. എൻ്റെ ബന്ധുവോ? അതാരാ ഇപ്പോൾ ലാൻഡ് നമ്പറിലേക്ക് വിളിക്കാൻ? കണക്ട് ചെയ്യാൻ പറയൂ. അർജുൻ സംശയത്തോടെ റിസീവർ കയ്യിൽ വാങ്ങി. ഹലോ. അവൻ റിസീവർ ചെവിയോട് ചേർക്കേണ്ട താമസം അപ്പുറത്തു നിന്ന് ആര്യ പൊട്ടിത്തെറിക്കുകയായിരുന്നു. താൻ എന്താടോ വിചാരിച്ചത്? എത്ര തവണ ഞാൻ പറഞ്ഞതാ എൻ്റെ പിറകെ നടക്കരുത്, എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന്. എന്നിട്ടിപ്പോഴും ഒരു നാണവുമില്ലാതെ എൻ്റെ വിവാഹാലോചനകൾ മുടക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഒന്നുമില്ലെങ്കിലും താനൊരു ഡോക്ടറല്ലേ? ഒരുമാതിരി തറ പണി കാണിക്കാൻ തനിക്കൊരു ഷെയിമുമില്ലേ? ആര്യ നല്ല ദേഷ്യത്തിലായിരുന്നു. പ്രതീക്ഷിക്കാതെ ഫോണിൽ അവളുടെ ശബ്ദം കേട്ടതും അർജുൻ ആദ്യം ഒന്ന് ഞെട്ടുകയാണുണ്ടായത്. പെട്ടെന്നൊരു നിമിഷം അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പേന മേശപ്പുറത്ത് കുത്തിക്കൊണ്ട് ഒന്നും പറയാനാവാതെ അങ്ങനെ സംശയിച്ചു നിന്നു. ഞാൻ പറയുന്നതൊന്നും താൻ കേൾക്കുന്നില്ലേ? കുഞ്ഞുനാൾ തൊട്ട് തുടങ്ങിയതാ തൻ്റെ ശല്യം. കുറേ കാലം കാണാതായപ്പോൾ ഒഴിഞ്ഞു പോയെന്ന് കരുതി. ഇപ്പോൾ ദേ വീണ്ടും വന്നിരിക്കുന്നു. എൻ്റെ വിവാഹാലോചനയെ മുടക്കി പകരം വീട്ടാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ തന്നോട് ചെയ്തത്? പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ, എന്തിനാ പിന്നെ എൻ്റെ പുറകെ നടന്നു വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്നത്? ആര്യ അവനോട് ചോദിച്ചുകൊണ്ടിരുന്നു. ആര്യ പ്ലീസ്, ഞാനിപ്പോൾ കൺസൾട്ടിങ്ങിലാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ, അർജുൻ നല്ല രീതിയിൽ അവളോട് പറഞ്ഞു. എനിക്ക് തന്നോട് കൂടുതലൊന്നും പറയാനില്ല. ആകെ പറയാനുള്ളത് ഇതേ ഉള്ളൂ. എൻ്റെ വീട്ടിലെ ജോലിക്കാരിയുടെ മകനെ കെട്ടാൻ എനിക്ക് താല്പര്യമില്ല. ഈ ജന്മം തൻ്റെ ആഗ്രഹം നടക്കുമെന്നും വിചാരിക്കേണ്ട. ഇനി എൻ്റെ പിറകെ നടക്കരുത്, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇനി തൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശല്യമുണ്ടായാൽ ഇതായിരിക്കില്ല എൻ്റെ മറുപടി. കൊണ്ടുപോയി കേസ് കൊടുത്ത് അകത്തിടും ഞാൻ. താൻ ഏതു വലിയ കൊമ്പത്തെ ഡോക്ടറാണെങ്കിലും തന്നെപ്പോലെ ഒരാളെ സ്വീകരിക്കാൻ ഒരിക്കലും എന്നെക്കൊണ്ടാവില്ല. എനിക്ക് തന്നോട് ഇഷ്ടം പോയിട്ട് കാണുന്നത് പോലും വെറുപ്പാണ്. അതുകൊണ്ട് ഇനി എൻ്റെ പിറകെ വരരുത്. ദിസ് ഈസ് മൈ ലാസ്റ്റ് വാണിംഗ്. ആര്യ അത് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ കോൾ കട്ടാക്കി. എന്നിട്ട് മൊബൈൽ ഫോൺ കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് അതിനോടൊപ്പം തന്നെ കിടക്കയിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. മറുപുറത്ത് ആര്യയുടെ വായിൽ നിന്ന് കേൾക്കേണ്ടത് അത്രയും കേട്ടതുകൊണ്ട് ഒരു നിമിഷം അർജുൻ തരിത്തിരുന്നു പോയി. അസിസ്റ്റന്റ് രേവതി റൂമിലുണ്ടായിരുന്നതുകൊണ്ട് അവന് ആര്യയോട് മറുത്തൊന്നും പറയാനും കഴിഞ്ഞില്ല. സർ, അടുത്ത ആളെ വിളിക്കട്ടെ? രേവതി അത് ചോദിച്ചപ്പോഴാണ് അർജുൻ പെട്ടെന്ന് ആലോചനയിൽ നിന്ന് ഞെട്ടിയത്. എന്തോ അവൻ്റെ മനസ്സാകെ അപ്പോൾ കൈവിട്ടു പോയിരുന്നു. ഇനി എത്ര പേഷ്യൻസ് ഉണ്ട് രേവതി? അർജുൻ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു. 2 ആൾ കൂടിയുണ്ട് സർ, രേവതി പറഞ്ഞു. മനസ്സ് അസ്വസ്ഥമായെങ്കിലും വന്നവരെ മടക്കി അയക്കാൻ കഴിയില്ലല്ലോ. എന്താ ചെയ്യുക? അർജുൻ ഒരു നിമിഷം ഒന്ന് അങ്ങനെയിരുന്നു. രേവതി, അവരെ കൂടി പെട്ടെന്ന് വിളിക്കി. അർജുൻ പറഞ്ഞത് പ്രകാരം രേവതി അടുത്ത പേഷ്യൻറ്റിനെ വിളിച്ചു. അർജുൻ്റെ മനസ്സാകെ വെല്ലായ്മ ആയിരുന്നെങ്കിലും പേഷ്യൻറ്റിനോട് നീതികേട് കാണിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അവൻ ബാക്കിയുണ്ടായിരുന്ന 2 പേരെയും കൺസൾട്ട് ചെയ്തു വിട്ടു. അതു കഴിഞ്ഞ് ഒരു നിമിഷം അവൻ കസേരയിലേക്ക് ചാരിയിരുന്നു. 5 മിനിറ്റ് നേരം എന്തൊക്കെയോ ആലോചിച്ചു.
ശേഷം ഫേസ്ബുക്ക് തുറന്ന് അതിൽ ആര്യയുടെ പ്രൊഫൈൽ എടുത്തു നോക്കി. അവളുടെ ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. അവൾ അറിയാതെ അവനിടയ്ക്ക് ഫേസ്ബുക്കിൽ കയറി അവളുടെ ഫോട്ടോസ് നോക്കാറുണ്ടായിരുന്നു. ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ അവൾ ബ്ലോക്ക് ചെയ്തു കളയുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഫോട്ടോസ് എടുത്തു നോക്കും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഫോണിലൂടെ അവൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിലാകെ തറച്ചു കയറിയിരുന്നു. ഞാൻ അവളുടെ കല്യാണം മുടക്കി പോലും. അർജുൻ ഒരു നിമിഷം എന്തൊക്കെയോ ഓർത്ത് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഫോണെടുത്ത് വേഗത്തിൽ മറ്റാരെയോ വിളിച്ചു കാര്യമായി സംസാരിച്ചു. അത് കഴിഞ്ഞയുടൻ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ശേഷം അർജുൻ്റെ കാർ നേരെ പോയത് അല്പം തല്ലുകൊള്ളിയും നാട്ടിലെ പേരുകേട്ട ഗുണ്ടയുമായ ഭദ്രൻ്റെ വീട്ടിലേക്കാണ്. നാട്ടുകാർക്ക് കൂലിത്തല്ലുകാരനും ഗുണ്ടയും ഒക്കെയാണെങ്കിലും അർജുനും ഭദ്രനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. മറ്റുള്ളവർ ഭദ്രനെ മോശക്കാരനായി കാണുമ്പോൾ അർജുന് അവൻ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. കുട്ടിക്കാലത്ത് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച അവൻ്റെ പ്രിയ കൂട്ടുകാരൻ. അതുകൊണ്ട് തന്നെ അർജുൻ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഭദ്രൻ ഓടിയെത്തും. അർജുൻ ഭദ്രൻ്റെ വീട്ടിലിരുന്നു കുറച്ചുനേരം എന്തൊക്കെയോ സംസാരിച്ചു. ശേഷം കാറെടുത്ത് ഭദ്രനെയും കൂട്ടി നേരെ വിട്ടത് ശ്രീമംഗലം കോവിലകത്തേക്കാണ്. അർജുൻ്റെ കാർ കോവിലകത്തിൻ്റെ മുറ്റത്തെത്തുമ്പോൾ അവിടെ തുളസിത്തറയിലും ശ്രീകോവിലിലും എല്ലാം സന്ധ്യാദീപം തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. അർജുൻ കാറിൽ നിന്നിറങ്ങി. കുറച്ചു ദൂരെ മാറി ക്ഷേത്രനടയിലെ ദീപവും കാണാമായിരുന്നു. അർജുൻ നടയിലേക്ക് ഒന്ന് നോക്കി കൈ തൊട്ടു തൊഴുതു. അപ്പോഴേക്കും ഭദ്രൻ കാറിൽ നിന്നിറങ്ങി കോവിലകത്തിൻ്റെ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞിരുന്നു. ബെല്ലിൻ്റെ ശബ്ദം കേട്ട് അകത്തുനിന്ന് ആര്യയുടെ വല്യമ്മാവൻ പുറത്തേക്ക് വന്നപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ഭദ്രനെയും അർജുനെയും കണ്ടൊന്ന് ഞെട്ടി. "നിങ്ങളെന്താ ഇവിടെ?" അയാളൊന്ന് പതറിക്കൊണ്ട് ചോദിച്ചു. "ഞങ്ങളെന്താ ഇവിടെയെന്നോ? അതൊക്കെ പറയാം. ആദ്യം നിങ്ങൾ അവളെ വിളിക്ക്, നിങ്ങളെ പെങ്ങളെ മോളെ," ഭദ്രൻ വല്യമ്മാവനോട് പറഞ്ഞു. "എന്താ കാര്യം?" അയാൾ ഒരു വിറയലോടെയാണ് ഭദ്രനോട് അത് ചോദിച്ചത്. "എന്താ കാര്യമെന്ന് അറിഞ്ഞാലേ താൻ വിളിക്കുകയുള്ളൂ. അവളെ വിളിക്കടോ," ഭദ്രൻ ഒച്ചയെടുത്തു. പുറത്തുനിന്ന് ഭദ്രൻ്റെ ശബ്ദം കേട്ടപ്പോൾ അകത്തിരുന്ന് ചായ കുടിക്കുകയായിരുന്ന ചെറിയമ്മാവനും മറ്റ് എല്ലാവരും പുറത്തേക്ക് വന്നു നോക്കി. ഒപ്പം മുത്തശ്ശിയും ആര്യയും ഉണ്ടായിരുന്നു. ഒരു ക്രീം കളർ ടോപ്പും നെറ്റിയിൽ ഭസ്മക്കുറിയും ഒക്കെയായി ആര്യയെ കണ്ടപ്പോൾ അർജുൻ പെട്ടെന്ന് അവളെ തന്നെ ഒന്ന് നോക്കിപ്പോയി. അത്രയ്ക്ക് ഐശ്വര്യമുണ്ടായിരുന്നു അവളുടെ മുഖത്ത്. അവനൊരു നിമിഷം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. എന്നാൽ അവളെ കണ്ടതും ഭദ്രൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. "ഇറങ്ങി വാടി ഇങ്ങോട്ട്. നീ വലിയ കോവിലകത്തെ മോളാണെന്ന് വിചാരിച്ച് ഇവനെ വിളിച്ച് എന്ത് തോന്നിവാസവും പറയാമെന്ന് കരുതിയോ? ഇവൻ നിന്റെ കല്യാണം മുടക്കി എന്നല്ലേ നീ പറഞ്ഞത്? എന്നാലേ ഇനി അങ്ങനെ തന്നെ കരുതിക്കോ. നീ ഇനി വേറെ കെട്ടിപ്പോകുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം." അത് പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഉമ്മറത്തേക്ക് കയറി ആര്യയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. "എന്താ ഇത്?" അതു കണ്ടതും അമ്മാവന്മാർ തടയാനായി വന്നു. എന്നാൽ ഭദ്രൻ അവരെ ശക്തിയിൽ തട്ടിമാറ്റുകയായിരുന്നു. "മാറി നിൽക്കടോ അങ്ങോട്ട്. ഇവളെ ഞങ്ങൾ കൊണ്ടുപോവുകയാ. ഇവളിനി അവിടെ ജീവിക്കും, ഇവൻ്റെ കൂടെ, ഇവൻ്റെ വീട്ടിൽ. തനിക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ അങ്ങ് ചെയ്യ്. എന്തെങ്കിലും മുടക്കവുമായിട്ട് വന്നാലേ തന്നെ പൂട്ടാനുള്ള വക എൻ്റെ കയ്യിലുണ്ടെന്ന് മറക്കണ്ട." ഭദ്രൻ വല്യമ്മാവൻ്റെ കണ്ണിലേക്ക് ദേഷ്യത്തോടെ നോക്കി. അയാൾ അപ്പോൾ പേടിയോടെ ഒരടി പിറകോട്ട് വെച്ചു. അർജുൻ അപ്പോഴും മുറ്റത്ത് നിൽക്കുകയായിരുന്നു. ഭദ്രൻ അവളുടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. "അയ്യോ, എൻ്റെ കുട്ടിയെ കൊണ്ടുപോവല്ലേ," മുത്തശ്ശി വാതിൽക്കൽ നിന്ന് കരഞ്ഞു. "വിട്, എന്നെ വിട്. മുത്തശ്ശി, വല്യമ്മാമേ, ചെറിയമ്മാമേ, എന്നെ രക്ഷിക്ക്." ആര്യ പേടിയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. "നിങ്ങളെന്താ ഈ കാണിക്കുന്നത്? രാത്രി ഒരു വീട്ടിൽ കയറി വന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുക എന്ന് വെച്ചാൽ?" ചെറിയമ്മാവൻ ഭദ്രനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഭദ്രൻ ഒരൊറ്റ തട്ടിന് അയാളെ തള്ളിയെറിഞ്ഞു. എന്നിട്ട് അവൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കത്തിയെടുത്തു. അത് അയാൾക്ക് നേരെ വീശി. "എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് രണ്ടിനും നല്ലത്. നിങ്ങളെ നാടകം കളിയൊന്നും എന്നോട് വേണ്ട." ഭദ്രൻ കത്തി ചൂണ്ടി അമ്മാവനെ ഭീഷണിപ്പെടുത്തി. "എന്നെ കൊണ്ടുപോവല്ലെന്ന് പറയ് ചെറിയമ്മാമേ, എന്നെ വിട്ടുകൊടുക്കല്ലേ പ്ലീസ്," ആര്യ കരഞ്ഞു പറഞ്ഞു. എന്നാൽ അവർ ഒന്നും ചെയ്യാനാവാതെ അവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു. "എൻ്റെ കുട്ടിയെ കൊണ്ടുപോവല്ലേ." മുത്തശ്ശി അവർക്ക് പിന്നാലെ മുറ്റത്തേക്ക് ഓടിയെത്തി. എന്നാൽ അപ്പോഴേക്കും ആര്യയെയും പിടിച്ചു വലിച്ചുകൊണ്ട് ഭദ്രൻ കാറിനടുത്ത് എത്തിയിരുന്നു. അർജുൻ അവളെ ഒരു നോട്ടം നോക്കിയ ശേഷം കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. ഭദ്രൻ അപ്പോൾ കാറിൻ്റെ ബാക്ക് സീറ്റിൽ അർജുൻ അരികിലേക്ക് അവളെ തള്ളിയിട്ടു. എന്നിട്ട് മുന്നിൽ കയറി കാറെടുത്തു. അമ്മാവന്മാരും അമ്മായിമാരും മക്കളുമൊക്കെ അവിടെ അങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. മുത്തശ്ശിയാണെങ്കിൽ അവിടെ തളർന്നു വീഴുകയും ചെയ്തു. ആര്യ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് കാറിൻ്റെ ഡോർ തുറന്നു ഇറങ്ങാൻ നോക്കി.
അർജുൻ അപ്പോൾ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്ത് നിർത്തി. അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ശക്തിയിൽ അവനെ തട്ടി മാറ്റാൻ നോക്കി. അർജുൻ അപ്പോൾ സകല ശക്തിയും എടുത്തുകൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി പിടിച്ചു. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, കരഞ്ഞു ഒച്ച എടുത്തിട്ട് ഒരു കാര്യവുമില്ല. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. എന്നെ വിടടാ, നീ എന്നെ എന്ത് ചെയ്യാൻ കൊണ്ടുപോവുകയാ? ആര്യ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഭദ്രൻ അപ്പോൾ തിരിഞ്ഞ് അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, കിടന്ന് ഒച്ച എടുത്താൽ നേരത്തെ കാണിച്ച കത്തി നിന്റെ മേലായിരിക്കും ഞാൻ വെക്കുന്നത്. ജീവൻ വേണമെങ്കിൽ മിണ്ടാതിരിക്കടി. അത് പറഞ്ഞുകൊണ്ട് ഭദ്രൻ കാർ സ്പീഡിലെടുത്തു. അർജുൻ ആണെങ്കിൽ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളുടെ രണ്ടു കൈയും മുറുക്കി പിടിച്ച് അനങ്ങാനാവാത്ത വിധത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. ആര്യ ഒന്നും ചെയ്യാനാവാതെ കരഞ്ഞുകൊണ്ട് അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ അപ്പോൾ അവളെ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് അവൻ്റെ കൈ തട്ടി മാറ്റാൻ അവൾ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ പിടുത്തം ബലമുള്ളതായിരുന്നു. ഒന്നും ചെയ്യാനാകാതെ അവൻ്റെ ആ പിടുത്തത്തിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് അവൾ തല താഴ്ത്തി വെച്ച് കരഞ്ഞു. കാർ അർജുൻ്റെ വീടെത്തുവോളം അവൾ കരയുക തന്നെയായിരുന്നു. കാർ അർജുൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ ഭദ്രൻ കാർ നിർത്തിയിറങ്ങി. എന്നിട്ട് വേഗത്തിൽ ചെന്ന് ഗേറ്റ് അടച്ചു പൂട്ടി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ആര്യ കാറിൽ നിന്ന് പുറത്തേക്ക് നോക്കി. അത്യാവശ്യം വലിയ വീട് തന്നെയായിരുന്നു അർജുൻ്റേത്. 2 നില, ഇന്റർലോക്ക് ചെയ്ത് പച്ചപ്പുല്ല് പതിപ്പിച്ച മനോഹരമായ മുറ്റം. ഒരു നിമിഷം അത് അർജുൻ്റെ വീട് തന്നെയാണോ എന്ന് അവൾ സംശയിച്ചു. കാരണം അർജുൻ തൻ്റെ വീട്ടിലെ വെറുമൊരു അടുക്കള ജോലിക്കാരിയുടെ മകനായിരുന്നല്ലോ. പഠിച്ച് വലിയ ഡോക്ടറായി എന്നത് ഒഴിച്ചാൽ സാധാരണക്കാരനിൽ സാധാരണക്കാരനായിരുന്നു അവൻ. അവൾ പേടിയോടെ ചുറ്റിലും നോക്കുമ്പോൾ ഭദ്രൻ വന്ന് ഡോർ തുറന്നു അവളെ കൈപിടിച്ച് പുറത്തേക്കിറക്കി. പിറകെ ഇറങ്ങിയ അർജുൻ നേരെ ചെന്ന് വീടിൻ്റെ വാതിൽ തുറന്ന് പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് അകത്ത് കയറി. ആര്യ ആകെ പേടിച്ച് വിയർക്കുകയായിരുന്നു അപ്പോൾ. ഒരു ഗുണ്ടയുടെ കൂടെ, അർജുനെപ്പോലെ ഒരു ദുഷ്ടന്റെ കൂടെ. ഇഷ്ടം പറഞ്ഞു തൻ്റെ പിറകെ നടന്നപ്പോഴൊക്കെയും താൻ ആട്ടി അകറ്റിയതിൻ്റെ ദേഷ്യം അവന് തന്നോട് ആവോളമുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പേടിയോടെ അവൾ അർജുൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ അപ്പോൾ അവളെ കൈപിടിച്ചു അകത്തേക്ക് ചെന്ന് ബലമായി കട്ടിലിൽ പിടിച്ചിരുത്തി. ഒപ്പം ഭദ്രനും ഉണ്ടായിരുന്നു. അവൾ പേടിയോടെ അർജുനെയും ഭദ്രനെയും മാറി മാറി നോക്കി. അവരും അവളെ നന്നായി ഒന്ന് നോക്കി. ശേഷം രണ്ടുപേരും വാതിൽ വലിച്ചടച്ച് പുറത്തേക്ക് പോയി. ആര്യ പേടിയോടെ ആ റൂമിൻ്റെ ചുറ്റും നോക്കി. ശേഷം വേഗം ചെന്ന് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ വാതിൽ അവർ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അയ്യോ, എന്തു ചെയ്യും? അവൾ വാ പൊത്തിക്കരഞ്ഞു. അർജുൻ അപ്പോൾ കുറച്ചുനേരം പുറത്തുനിന്ന് ഭദ്രനോട് എന്തൊക്കെയോ സംസാരിച്ചു. ഭദ്രൻ അവൻ്റെ തോളിൽ തട്ടി എന്തൊക്കെയോ പറയുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ഭദ്രൻ അവിടെ നിന്നും പുറത്തേക്ക് പോയി. ഭദ്രൻ പോയി കഴിഞ്ഞ ശേഷം അർജുൻ അകത്തു കയറി വാതിലടച്ചു. ശേഷം ക്ഷീണത്തോടെ ലിവിംഗ് ഏരിയയിലെ സോഫയിൽ വന്നിരുന്നു. ഒരു നിമിഷം തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചു. അതേസമയം അകത്ത് ആര്യ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. അർജുൻ തന്നോട് പകരം വീട്ടാനാണ് തന്നെ കൊണ്ടുവന്നത് എന്ന് അവൾക്ക് അറിയാമായിരുന്നു. സമയം വൈകുന്നു. അമ്മാവന്മാര് പോലീസിനെ കൂട്ടി വരുമായിരിക്കും. ഇല്ലെങ്കിൽ ഇവന്മാർ രണ്ടും കൂടെ എന്നേ. അവൾക്ക് ആകെ തല കറങ്ങുന്ന പോലെ തോന്നി. അർജുൻ അപ്പോഴെല്ലാം തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ഒരേ ഇരിപ്പായിരുന്നു. ആര്യ റൂമിലെ കട്ടിലിൽ പേടിയോടെ പലതും ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർജുൻ പുറത്ത് സോഫയിൽ ഇരുന്നു കൊണ്ട് മറ്റെന്തൊക്കെയോ ആലോചനയിലായിരുന്നു. അവൾ ഒരിക്കലും തന്നെ സ്നേഹിക്കില്ലെന്ന് അർജുന് അറിയാമായിരുന്നു. കാരണം ഇത്ര കാലം അത്രമേൽ അപേക്ഷിച്ച് പിറകെ നടന്നിട്ടും സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും കാണിക്കാതിരുന്നവളാണ്. ഒരിക്കലും അവൾ എന്നെ സ്നേഹിക്കില്ല. അർജുൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ സോഫയിൽ നിന്ന് ഞെട്ടിയ പോലെ എണീറ്റു. എന്നിട്ട് ആര്യ ഉള്ള റൂമിൻ്റെ വാതിൽ തുറന്നു. അർജുൻ വന്ന ശബ്ദം കേട്ടതും ആര്യ കട്ടിലിൽ നിന്ന് ഞെട്ടി എണീറ്റു പിറകോട്ട് നിന്നു. അകത്തു കയറിയ അർജുൻ പെട്ടെന്ന് തന്നെ വാതിൽ ലോക്ക് ചെയ്തു. എന്നിട്ട് ആര്യയുടെ അടുത്തേക്ക് ചെന്നു. അവളെ തന്നെ ഒന്ന് നോക്കി. എന്നിട്ട് വീണ്ടും അപേക്ഷ പോലെ ഒരേ ഒരു ചോദ്യം അവൻ ചോദിച്ചു. ജീവിച്ചുകൂടെ എന്നോടൊപ്പം? പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. തട്ടിക്കൊണ്ടു വന്നിട്ട് അർജുൻ അത് ചോദിച്ചതും ആര്യയുടെ ദേഷ്യം വല്ലാതെ അങ്ങ് കൂടുകയായിരുന്നു. ഈ ജന്മം അത് നടക്കില്ല. നീ എന്താ വിചാരിച്ചത്? ഒരു ഗുണ്ടയെയും കൂട്ടി വീട്ടിൽ കയറി വന്ന് ഗുണ്ടായിസവും കാണിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് പേടിപ്പെടുത്തിയാൽ ഞാൻ നിന്നെയും കെട്ടി ഇവിടെ കൂടുമെന്നോ? അതിലും ഭേദം മരിക്കുന്നതല്ലേ. നിന്നെപ്പോലെ ഞാൻ വെറുക്കുന്ന മറ്റൊരുത്തനും ഈ ഭൂമിയിലില്ല. ഇവിടെ കിടന്നു മരിക്കേണ്ടി വന്നാലും നിന്റെ കൂടെ എന്നെ നീ കരുതണ്ട. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് നിന്നെ. അവൾ അവൻ്റെ മുഖത്തു നോക്കി വീണ്ടും വീണ്ടും പറഞ്ഞു. ഇത്തിരി ഉൾപ്പുണ്ടെങ്കിൽ എന്നെ തുറന്നുവിട്. ഒരു പെണ്ണിനെ പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് സ്നേഹിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതിന് സ്നേഹം എന്താണെന്ന് അറിയണം.
അതറിയാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുമില്ലെങ്കിലും കുറേ കാലം എൻ്റെ കോവിലകത്തെ ഉപ്പും ചോറും തിന്ന് ജീവിച്ചവനല്ലേ നീ? ആ ഒരു ദയയെങ്കിലും കാണിക്ക്. എന്നെ പറഞ്ഞുവിട്, ആര്യ പറഞ്ഞു. എന്നാൽ ആര്യ പറഞ്ഞു തീരേണ്ട താമസം അർജുൻ അവളുടെ രണ്ടു കൈയും മുറുകെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ കിടന്നു എത്ര ഒച്ച വെച്ചാലും ആരും കേൾക്കില്ല. നീ ഇവിടെ ജീവിക്കും, എൻ്റെ ഭാര്യയായിട്ട്. ഇനി കോവിലകത്തേക്ക് ഒരു തിരിച്ചുപോക്ക് നിനക്കുണ്ടാകില്ല. നീ എങ്ങനെ എൻ്റെ കൂടെ ജീവിക്കുമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് പറഞ്ഞുകൊണ്ട് അർജുൻ അവളെ കയറി പിടിച്ചു. ആര്യയാണെങ്കിൽ അവനെ തട്ടിമാറ്റി പൊട്ടിക്കരഞ്ഞു. അവളുടെ വാക്കുകൾക്ക് മുൻപിൽ ആകെ വാശി കയറിയ അർജുൻ മറ്റൊന്നും നോക്കാതെ അവളിലേക്ക് പടർന്നു കയറി. അവളുടെ മുടിയിൽ പിടിച്ചു. അവളെ വാരി പുണർന്നു. കഴുത്തിലും മുഖത്തുമെല്ലാം മാറി മാറി ചുംബിച്ചു. അവളെയും കൊണ്ട് കട്ടിലിലേക്ക് വീണു. പിന്നീടുള്ള നിമിഷങ്ങളിൽ അവളുടെ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് അവൻ അവളുടെ ശരീരത്തെ സ്വന്തമാക്കി. സമയം കടന്നുപോയി. അർജുൻ എന്ന ആണിനു മുൻപിൽ അവൾക്ക് തനിക്ക് വിലപ്പെട്ടതെല്ലാം കാഴ്ചവെക്കേണ്ടി വന്നു. കരഞ്ഞു കരഞ്ഞ് ശബ്ദമില്ലാതായി എന്നു പറയുന്ന പോലെ ഒന്നുറക്കെ കരയാൻ പോലും ആവാതെ ആര്യ ആകെ തളർന്നു പോയിരുന്നു. എല്ലാം കഴിഞ്ഞ് അർജുൻ അവളിൽ നിന്നും അടർന്നു മാറുമ്പോൾ അവൻ്റെ കണ്ണും നിറഞ്ഞു പോയിരുന്നു. തുളുമ്പി വീഴുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അർജുൻ മുറിയുടെ വാതിൽ വലിച്ചു തുറന്നു പുറത്തേക്ക് പോയി. ആര്യയാണെങ്കിൽ ഡ്രസ്സെല്ലാം വാരിക്കൂട്ടി ഒരു മൂലയിലേക്കിരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. അർജുൻ ഹാളിലെ സോഫയിലേക്ക് ചെന്നു വീണു. ആര്യ കരയുന്നതിനേക്കാൾ കൂടുതൽ ഏങ്ങലടിച്ചു കരയുകയായിരുന്നു അവൻ അപ്പോൾ. രണ്ട് കൈകൊണ്ടും കണ്ണു പൊത്തിപ്പിടിച്ച് തല താഴ്ത്തിയിട്ട് അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. ചെയ്യാൻ പാടില്ലാത്തതാണ് അവളോട് ചെയ്തതെന്ന് അവൻ അറിയാമായിരുന്നു. അകത്ത് ആര്യയുടെ സ്ഥിതി അതിലും കഷ്ടമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു തരം അവസ്ഥയായിരുന്നു അവൾക്ക്. പെട്ടെന്ന് അവൾ കരച്ചിൽ നിർത്തി. കുറച്ചു നേരം അവിടം വല്ലാതെ നിശബ്ദമായി. ആര്യ അവളുടെ കണ്ണു തുറന്ന് മുറിയാകെ ഒന്ന് നോക്കി. അർജുൻ കഴിഞ്ഞ് ഇനി അടുത്ത ഊഴം ഭദ്രൻ്റേതായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അർജുൻ വലിച്ചു പറിച്ച ഡ്രസ്സൊക്കെ ഒന്ന് നേരെയാക്കി. എന്നിട്ട് ഒരു ഭ്രാന്തിയെപ്പോലെ ചുറ്റും നോക്കി. മുറിയിലെ അലമാരയെല്ലാം ലോക്കായിരുന്നു. മറ്റൊരു വഴിയും കാണാഞ്ഞപ്പോൾ അവൾ ബെഡിൽ വിരിച്ചിരുന്ന കനം കുറഞ്ഞ കോട്ടന്റെ ബെഡ്ഷീറ്റ് വലിച്ചെടുത്തു. ശേഷം മേശക്കരികിൽ ഇട്ടിരുന്ന കസേര എടുത്തു കട്ടിലിൽ വെച്ചു. ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ ഫാനിൽ കുരുക്കിട്ടു. മാനം നശിച്ചവളായി ഇനി ജീവിച്ചിരിക്കേണ്ട. ഇനി മറ്റവന് കൂടി ശരീരം പങ്കിടാൻ നിൽക്കുന്നതിനേക്കാൾ ഭേദം മരണമാണ്. കൂടുതലൊന്നും ആലോചിക്കാതെ അവൾ ആ കുരുക്കിൽ തലവെച്ച് കസേര തട്ടിത്തെറിപ്പിച്ചു. വലിയൊരു ശബ്ദത്തോടെ കസേര കട്ടിലിൽ നിന്നും താഴേക്ക് വീണു. പ്രതീക്ഷിക്കാതെ ആ ശബ്ദം കേട്ടതും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന അർജുൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവൻ ഓടിച്ചെന്നു വാതിലിന്റെ ലോക്ക് തുറന്നതും തട്ടിപ്പിടയുന്ന ആര്യയെയാണ് കണ്ടത്. കണ്ട മാത്രയിൽ അർജുൻ ഒന്ന് ഞെട്ടി വിറച്ചു പോയെങ്കിലും പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ വേഗം കട്ടിലിൽ കയറി അവളെ പിടിച്ചു. എങ്ങനെയോ കുരുക്കുമാറ്റി അവളെ താഴെ കട്ടിലിലേക്ക് കിടത്തി. ആര്യ അപ്പോൾ ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു. അർജുൻ അവളുടെ നെഞ്ചിലും കഴുത്തിലും വേഗത്തിൽ തടവിക്കൊണ്ടിരുന്നു. എന്താ ഇത്? എന്താ ആര്യ നീ ഈ കാണിച്ചത്? അർജുൻ അത് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. കൈ രണ്ടും കൂട്ടി തിരുമ്മിക്കൊടുത്തു. അവനിൽ നിന്ന് കുതറി മാറാനുള്ള ശക്തിയൊന്നും അവൾക്ക് അപ്പോൾ ഇല്ലായിരുന്നു. ഒന്നും ചെയ്യാനാവാതെ അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്നു പിടഞ്ഞു. ഒരു ഡോക്ടർ എന്ന നിലയിൽ അവൾക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം അർജുൻ ചെയ്തു. നിർത്താതെ നെഞ്ചിൽ തടവി കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ കുറച്ചൊന്ന് ഓക്കെ ആയെന്ന് കണ്ടപ്പോൾ കട്ടിലിൽ ചാരിയിരുത്തി ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. കുറേശ്ശെ അവളെ കുടിപ്പിക്കാൻ നോക്കി. ബാക്കി കുറച്ച് അവളുടെ മുഖത്തും കഴുത്തിലുമെല്ലാം തളിച്ചു. ആകെ പേടിച്ചു പോയ അവൻ അവളെ രക്ഷപ്പെടുത്താൻ ആവുന്നതൊക്കെ ചെയ്തു. കസേര തട്ടിയ പാടെ അവൻ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആര്യ രക്ഷപ്പെട്ടിരുന്നു. ആകെ തളർന്ന അവൾ അർജുന്റെ കണ്ണിലേക്ക് നോക്കി. അവൻ അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച് തടവി കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒപ്പം അവൻ കരയുന്നുമുണ്ട്. എന്നെ ഇനി ഒന്നും ചെയ്യരുത്, മറ്റവന് കൂടി എന്നെ കൊടുക്കരുത്, അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ അത് പറഞ്ഞപ്പോൾ അർജുൻ വാസ്തവത്തിൽ എന്തു പറയണമെന്ന് അറിയാതെ അവളെ തന്നെ നോക്കി. എന്നിട്ട് അവളെ അവനോട് ചേർത്ത് പിടിച്ചു. നീ എന്താ ഈ കാണിച്ചത്? ഒരു നിമിഷം കൊണ്ട് എല്ലാം തീരുമായിരുന്നില്ലേ? നിന്നെ ആർക്ക് കൊടുക്കാനാ ഞാൻ? ആർക്കും പങ്കുവെക്കാനല്ല ഞാൻ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത്. എനിക്ക് വേണ്ടിയാ. എൻ്റേതാക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ദയവ് ചെയ്ത് നീ അബദ്ധമൊന്നും കാണിക്കരുത്. പ്ലീസ്, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. അമ്മയാണേ സത്യം, ഒരിക്കലും ഉപദ്രവിക്കില്ല. അർജുൻ അത് പറഞ്ഞു അവളെ അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ വീണ്ടും വീണ്ടും തടവിക്കൊടുത്തു. ആര്യ അപ്പോൾ മെല്ലെ അവനിൽ നിന്നും അടർന്നു മാറി ക്ഷീണത്തോടെ കട്ടിലിലേക്ക് കിടന്നു. അർജുന്റെ മുഖത്തേക്ക് നോക്കാതെ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. അർജുൻ അവളെ നോക്കി അവൻ്റെ കണ്ണു തുടച്ചു.
എന്നിട്ട് മെല്ലെ അവളെ എണീപ്പിക്കാൻ നോക്കി. എന്നെ ഇനി ഒന്നും ചെയ്യല്ലേ. അവൾ അവൻ്റെ മുന്നിൽ കൈകൂപ്പി കരഞ്ഞു. ഒന്നും ചെയ്യില്ല മോളെ, ഒന്ന് എണീറ്റിരുന്നേ പ്ലീസ്. അത് പറഞ്ഞുകൊണ്ട് അർജുൻ അവളെ എണീപ്പിച്ചു. എന്നിട്ടൊരു തലയണ കട്ടിലിൻ്റെ തലഭാഗത്ത് ചാരിവെച്ചു അവളെ അതിലേക്ക് ചേർത്തിരുത്തി. കരഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് നന്നായി ഒന്ന് നീങ്ങിയിരുന്നു. സ്നേഹത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല എന്നറിയാം. നിന്റെ ജീവിതം നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത്. നിന്റെ കണ്ണിൽ നിന്റെ ഏറ്റവും വലിയ ശത്രു ഞാനാണ് എന്നറിയാം. എന്നാൽ അതിനേക്കാൾ വലിയ ശത്രുക്കളുടെ കൂടെയാണ് നീ ഇത്രയും കാലം ജീവിച്ചു കൊണ്ടിരുന്നത്. നീ എന്നോട് പറഞ്ഞത് ഒക്കെ ശരിയാ. ഗതിയില്ലാത്ത കാലത്ത് നിന്റെ വീട്ടിലെ ഉപ്പും ചോറും കഴിച്ചു തന്നെയാ ഞാൻ വളർന്നത്. അന്ന് മനസ്സിൽ തോന്നിയ ഒരിഷ്ടം നിന്നോട് തുറന്നു പറഞ്ഞതുകൊണ്ട് നിന്റെ അമ്മാവന്മാര് എന്നെയും അമ്മയെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു. നിങ്ങളുടെ വീട്ടിലെ അടുക്കളപ്പണിക്കാരിയുടെ ഗതിയില്ലാത്ത മോന് നിന്നെ മോഹിക്കാനുള്ള അർഹതയില്ലെന്ന് നിങ്ങളൊന്നും പറയാതെ തന്നെ എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കുഞ്ഞുനാൾ മുതലേ നിന്നെ പ്രാണനായിരുന്നു. അവിടുത്തെ ജോലി പോയ ശേഷം അമ്മയും ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷീറ്റ് മറച്ച വാടക കുറഞ്ഞ ഒരു വീട് എങ്ങനെയോ സംഘടിപ്പിച്ചെടുത്തു. ആ വീട്ടിൽ ഞാനും അമ്മയും ഒറ്റയ്ക്കായിരുന്നു. അമ്മ മറ്റൊരു വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയി വാടകയ്ക്കും ചിലവിനുമുള്ളത് ഒപ്പിക്കും. ഒപ്പം ഞാൻ പഠിത്തത്തിനിടയിലൂടെ കൂലിപ്പണിക്കും പോകും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പിന്നെ ജീവിച്ചത്. ചിലപ്പോൾ രാവന്തിയോളം റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്തും ഉറക്കമൊഴിഞ്ഞു പഠിച്ചുമാണ് ഞാൻ ഇന്നീ കാണുന്ന ഡോക്ടറായത്. ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും നിന്നോടുള്ള ഇഷ്ടമുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഇക്കാലം വരെ ഞാൻ നിന്നെ ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനോ വന്നിട്ടില്ല. ഡോക്ടറായ ശേഷവും നിന്റെ പിറകെ വന്നിട്ടില്ല. സ്കൂളിലും കോളേജിലും പോകുന്ന നിന്നെ വഴിയിൽ വെച്ച് നീ അറിയാതെ കാണാറുണ്ടായിരുന്നു ഞാൻ പലവട്ടം. ഒരിക്കലും നിന്നെ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും നീ മറ്റാരുടെയെങ്കിലും സ്വന്തമാകുന്നതുവരെ ആരും അറിയാതെ സ്നേഹിക്കാം എന്ന് കരുതി. നനച്ചിരിക്കാത്ത സമയത്ത് അമ്മ പോയപ്പോൾ പെട്ടെന്ന് തനിച്ചായിപ്പോയി ഞാൻ. ജീവിതം തന്നെ മടുത്തു, ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നി. ആ ദുഃഖം മറക്കാൻ വേണ്ടി കൂടി നിന്നെ ഓർക്കുമായിരുന്നു മനസ്സിൽ. നിന്റെ മനസ്സ് ശുദ്ധമാണെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ കുഞ്ഞിക്കൈ കൊണ്ട് ആരും അറിയാതെ എത്രയോ പൈസയുടെ സഹായം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാമായിരുന്നു. അമ്മ എപ്പോഴും അത് പറയാറുമുണ്ടായിരുന്നു. അതുപോലെ നിന്റെ അച്ഛനും അമ്മയും എന്നോടും എൻ്റെ അമ്മയോടും കാണിച്ചിട്ടുള്ള അതേ സ്നേഹം നിനക്കും ഞങ്ങളോട് ഉണ്ടെന്നും അമ്മ പറയുമായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ നിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. അമ്മാവന്മാർ കോവിലകം കയ്യിലടക്കി വാഴാൻ തുടങ്ങിയപ്പോൾ തന്നെ അമ്മയും ഞാനും ഉറപ്പിച്ചതാണ് എന്നെങ്കിലും ഞങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുമെന്ന്. ഏറെ വൈകാതെ തന്നെ അത് സംഭവിച്ചു. ഞാൻ നിന്നോട് ഇഷ്ടം പറഞ്ഞു എന്നുള്ളത് കാരണമാക്കിയെടുത്ത് അവർ ഞങ്ങളെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്തു. അതു കഴിഞ്ഞ് ഈ കാലം വരെ നിന്റെ പുറകെ ഞാൻ വന്നിട്ടില്ല. പക്ഷേ ഈ അടുത്താണ് ഞാൻ പിന്നെയും നിന്റെ പുറകെ വരാൻ തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? ഇപ്പോൾ നിന്നെ ഇവിടെ കൊണ്ടിട്ട് പോയ ഭദ്രനില്ലേ, അവൻ്റെ കയ്യിൽ നിന്റെ അമ്മാവന്മാര് നിന്നെ കൊല്ലാൻ ഏൽപ്പിച്ചു എന്ന് അറിഞ്ഞ ദിവസം. അർജുൻ അത് പറഞ്ഞതും ആര്യ ഒന്ന് ഞെട്ടി. എന്ത്? അവൾ അറിയാതെ തന്നെ ചോദിച്ചു പോയി. ആ ഞെട്ടലോടെ തന്നെ അവൾ അർജുൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്ത്, എൻ്റെ അമ്മാവന്മാര്? അതെ, അർജുൻ തലയാട്ടി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്നോട് ഇപ്പോൾ ചെയ്തതൊന്നും പോരാഞ്ഞ് എന്തിനാ ഇങ്ങനെ കളവ് പറഞ്ഞുണ്ടാക്കുന്നത്? അവൾ അവനോട് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല എന്നറിയാം. ഇതൊന്ന് കേട്ടു നോക്കൂ. അർജുൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിലെ റെക്കോർഡ് പ്ലേ ആക്കി. അതിൽ അവളുടെ വല്യമ്മാവൻ്റെ ശബ്ദമായിരുന്നു. ഭദ്രനുമായി അയാൾ സംസാരിച്ച കോൾ ഭദ്രൻ റെക്കോർഡ് ചെയ്തത് അർജുന് അയച്ചു കൊടുത്തിരുന്നു. അതിൽ ഭദ്രന് വലിയൊരു തുക തരാമെന്നും ആര്യ എന്ന ശല്യത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നുകളയണമെന്നും വല്യമ്മാവൻ പറയുന്നത് ആര്യ അവളുടെ ചെവി വ്യക്തമായി കേട്ടു. അത് കേട്ടപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നില്ല. ആകെ ഞെട്ടിത്തരിച്ചു വിറച്ചു പോയിരുന്നു അവൾ. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ഭദ്രന് അറിയാമായിരുന്നു. അച്ഛനും അമ്മയും ആരുമില്ലാത്ത ഭദ്രനോട് പണ്ട് മുതലേ ഒരിത്തിരി ഇഷ്ടം കാണിക്കാറുള്ളത് ഞാൻ മാത്രമായിരുന്നു. കൂലിത്തല്ലുകാരനും ഗുണ്ടയും ഒക്കെയാണെങ്കിലും അവന് ഞാനെന്ന് വെച്ചാൽ ജീവനാണ്. ഇതുവരെ ഒരു മോശപ്പെട്ടവനായി ഞാൻ അവനെ കണ്ടിട്ടില്ല. ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞപ്പോൾ അവൻ ആദ്യം വിളിച്ചത് എന്നെയാണ്. നീ ഇഷ്ടപ്പെടുന്ന കുട്ടിയെ കൊല്ലാനുള്ള കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ നീ ഞെട്ടിത്തരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഞാനും ഞെട്ടിത്തരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു.
പുറമേ നിന്നോട് വലിയ സ്നേഹം കാണിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ അമ്മാവന്മാർക്ക് നിന്റെ സ്വത്തിലാണ് കണ്ണ് എന്ന് എപ്പോഴെങ്കിലും നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്റെ എല്ലാ സ്വത്തുക്കളും അവർക്കും അവരുടെ മക്കൾക്കും അനുഭവിക്കണമെങ്കിൽ നീ ഇല്ലാതെയാവണം. അതാണ് അവരുടെ ഉദ്ദേശമെന്ന് അവർ ഭദ്രനോട് പറഞ്ഞു. നിന്റെ കല്യാണങ്ങളൊക്കെ മുടക്കുന്നതും അവർ തന്നെയാണ്. നീ വിവാഹിതയായി നിനക്കൊരു കുഞ്ഞുണ്ടായാൽ ഈ സ്വത്തുക്കൾക്കൊക്കെ പുതിയ അവകാശിയായില്ലേ? അത് അവർക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് ഭദ്രന് ലക്ഷങ്ങൾ ഓഫർ ചെയ്ത് അവനോട് നിന്നെ ഒഴിവാക്കി തരാൻ പറഞ്ഞതാണ് അവർ. അവരവന് കൊടുത്ത നിന്റെ ഫോട്ടോ അവൻ എനിക്ക് അയച്ചു തന്നത് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. നിന്റെ അമ്മാവന്മാരുടെ കൊട്ടേഷൻ എത്തിയത് അവൻ്റെ കയ്യിൽ ആയതുകൊണ്ട് മാത്രം നീ ഇപ്പോഴും ജീവനോടിരിക്കുന്നു. മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനിരുന്ന് സംസാരിക്കാൻ നീ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രകാരം അവൻ നിന്റെ അമ്മാവന്മാരെ തിരിച്ച് ഭീഷണിപ്പെടുത്തി. ഒരു പോറലെങ്കിലും നിനക്ക് സംഭവിച്ചു എന്നറിഞ്ഞാൽ വീട്ടിൽ കയറി എല്ലാത്തിനെയും തീർക്കുമെന്ന അവൻ്റെ ഭീഷണിക്ക് മുൻപിലാണ് ഇക്കാലം അത്രയും അവർ നിന്നെ ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ അവരുടെ കോൾ റെക്കോർഡ് അവൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പോലീസ് കേസായാൽ പെട്ടുപോകുമെന്നും അവർക്കറിയാം. ഇന്ന് തന്നെ കണ്ടില്ലേ, അവിടെ വെച്ച് അവൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ പിറകോട്ട് വലിഞ്ഞത്? ഇത് തന്നെയാണ് കാരണം. എത്ര കാലം എന്ന് വെച്ച് നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും, അവന് കഴിയും? എത്രയാണെങ്കിലും നീ ജീവിക്കുന്നത് ഇപ്പോഴും അവരുടെ കൂടെയല്ലേ? ഒരു രാത്രിയിൽ അവരൊന്ന് ശ്വാസം മുട്ടിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ? പിന്നെ ഞാനോ അവനോ അവരോട് വഴക്കിന് പോയിട്ട് കാര്യമുണ്ടോ? നിന്നെ നഷ്ടപ്പെട്ടു പോവില്ലേ? എങ്ങനെയെങ്കിലും നിന്നെ ആ നരകത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാനാ പലതവണ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ പുറകെ വന്നത്. അപ്പോഴൊക്കെ നീ എന്നെ ആട്ടിപ്പായിച്ചു. വെറും ഒരു അന്യനായ ഞാൻ പിന്നെ നിന്നെ എന്തു പറഞ്ഞു ബോധ്യപ്പെടുത്തും? നിന്റെ അമ്മാവന്മാര് ദുഷ്ടരാണെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? അത്രയേറെ നിനക്ക് വെറുപ്പുള്ള ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ വിശ്വസിക്കുമോ? ദിവസവും രാവിലെയും രാത്രിയും നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഭദ്രൻ എനിക്ക് ഉറപ്പ് തരുമായിരുന്നു. അത്രയ്ക്കുണ്ടായിരുന്നു അവൻ്റെ ഭീഷണി അവർക്ക് നേരെ. കൊല്ലാൻ അവർ ഏൽപ്പിച്ചവൻ തന്നെ സംരക്ഷകനാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഞങ്ങൾ അവിടെ കയറി വന്ന് നിന്നെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരൊന്നും ചെയ്യാതെ നിന്നതും അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിന്നെ അത്രമേൽ സ്നേഹിക്കുന്ന അമ്മാവന്മാരാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു പോലീസ് ജീപ്പ് ഈ വീടിൻ്റെ മുന്നിൽ വന്നു നിന്നില്ല? ഞാനാണ് നിന്നെ ഇറക്കിക്കൊണ്ട് വന്നതെന്ന് അവർ കണ്ടതല്ലേ? എൻ്റെ വീട് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ അവർ വരില്ല. അവർക്കറിയാം വന്നാൽ അവർ തന്നെ കുടുങ്ങുമെന്ന്. അർജുൻ പറയുന്നതൊക്കെ ശ്വാസം എടുക്കാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആര്യ. ഇപ്പോൾ ഞാൻ നിന്റെ ശരീരം കളങ്കപ്പെടുത്തി. എത്രമാത്രം വേദനയോടെയാണ് ഞാൻ അത് ചെയ്തതെന്ന് നിനക്കറിയാമോ? ഒരിക്കലും എന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണത്. വേണമെന്ന് കരുതിയല്ല. ഒരു നിമിഷം അങ്ങനെ തോന്നിപ്പോയി. ഞാൻ സംരക്ഷിക്കുന്ന പോലെ മറ്റൊരുത്തന് നിന്നെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന ഭയം എനിക്കുണ്ട്. ആരെങ്കിലും കൊന്നുകളഞ്ഞു എന്ന് അറിയുന്നതിനേക്കാൾ ഭേദമല്ലേ എന്നോട് കൂടെ സുരക്ഷിതയായി ഉണ്ടാകുന്നത്? എൻ്റെ നെഞ്ചിലെ അവസാന മിടിപ്പ് നിലയ്ക്കുന്ന നിമിഷം വരെ ഒരാൾക്ക് നുള്ളി നോവിക്കാൻ പോലും അനുവദിക്കാതെ സംരക്ഷിച്ചോളാം ഞാൻ. നീ പറഞ്ഞ പോലെ ഭദ്രനും എനിക്കും പങ്കിട്ടെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല നിന്നെ. അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ. ഒരിക്കലും എന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ചെയ്തു പോയതാണ്. അവരെപ്പോലെ നിന്റെ സ്വത്തോ പണമോ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല. പണ്ടെങ്ങോ മനസ്സിൽ പതിഞ്ഞു പോയ ഈ തമ്പുരാട്ടിക്കുട്ടിയെ അത്രയ്ക്ക് പ്രാണനായതുകൊണ്ടാണ്. ഇപ്പോൾ കാണിച്ച പോലെ ഒരു കയറിൽ തീർത്ത് കളയരുത് ജീവിതം. ആരുമില്ലെന്ന് ഓർത്ത് വിഷമിക്കുകയും അരുത്. ആരൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയാലും മറ്റാരും തന്നെ കൂടെയില്ലെങ്കിലും ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രം വീണു കിട്ടുന്ന ജീവിതം നമുക്ക് മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. അങ്ങനെ മരിച്ചു കളയാനാണെങ്കിൽ അച്ഛനും അമ്മയും ബന്ധുക്കാരും ആരുമില്ലാതെ അനാഥനായി ജീവിക്കുന്ന ഞാനൊക്കെ എന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകണം? ഒരിക്കലും ചെയ്യരുത്. നീ ഇല്ലാതായാൽ ഒന്ന് മനസ്സിലിട്ട് സ്നേഹിക്കാൻ പോലും ആരുമില്ലാതെ ഈ ഭൂമിയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകില്ലേ? എൻ്റെ അരികിൽ ഇല്ലായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരാൾ എന്നെങ്കിലും തുണയാകുമെന്ന് കരുതി ഇത്ര കാലം ജീവിച്ചവനാ ഞാൻ. ആർക്കും കൊന്നു തള്ളാൻ ഇട്ടുകൊടുക്കുകയില്ല. അത്രയ്ക്ക് പ്രാണനാണ് മോളെ നിന്നെ. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അർജുനാകെ കരഞ്ഞു പോയിരുന്നു. അവൻ അവൾക്ക് മുൻപിലിരുന്ന് തല കുനിച്ച് പൊട്ടിക്കരഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ തലയിണയിൽ ചാരിക്കിടന്ന് ആര്യയും പൊട്ടിക്കരഞ്ഞു. കുറച്ചു സമയത്തേക്ക് അവർ രണ്ടുപേരും പിന്നെ ഒന്നും സംസാരിച്ചതേയില്ല. അല്പം കഴിഞ്ഞ് അർജുൻ കരഞ്ഞുകൊണ്ട് അവളുടെ കാലിന് അരികിലായി കട്ടിലിലേക്ക് കമിഴ്ന്നു കിടന്നു. തൻ്റെ കാൽച്ചുവട്ടിൽ കിടന്നു കരയുന്ന അർജുനെ അവിടെ ചാരിയിരുന്നു കൊണ്ട് തന്നെ ആര്യ നോക്കി. അവനോട് എന്തു പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ അപ്പോൾ അവളെ കീഴ്പ്പെടുത്തി ഒരു പെണ്ണിൻ്റെ സകലതും കവർന്നെടുത്ത അർജുനോടുള്ള ദേഷ്യമായിരുന്നില്ല. മറിച്ച് ഇത്ര കാലം ആട്ടിപ്പായിച്ചിട്ടും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തന്നെ കാത്തുരക്ഷിച്ച അവൻ്റെ മനസ്സായിരുന്നു അവൾ അപ്പോൾ ചിന്തിച്ചത്.
സമയം പോയിക്കൊണ്ടിരുന്നു. പരസ്പരം സംസാരിക്കാതെ അവർ രണ്ടുപേരും ആ റൂമിൽ ഒരേ കട്ടിലിൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് സമയം നീക്കി. കുറേ നേരം കഴിഞ്ഞപ്പോൾ അർജുൻ പെട്ടെന്ന് കണ്ണു തുറന്നു തലയുയർത്തി നോക്കിയപ്പോൾ കണ്ണീരോടെ അവനെ തന്നെ നോക്കിയിരുന്ന് കരയുന്ന ആര്യയെയാണ് അവൻ കണ്ടത്. ശരിക്കു പറഞ്ഞാൽ അവളുടെ ഇരിപ്പു കണ്ടപ്പോൾ അവനാകെ തളർന്നുപോയി. പെട്ടെന്ന് ഒരു നിമിഷം വേണ്ടപ്പെട്ടവരൊക്കെ ശത്രുക്കളാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന മനോവേദന എന്തായിരിക്കും? കൂട്ടത്തിൽ താൻ കളങ്കപ്പെടുത്തിയ ശരീരത്തിന്റെ വേദനയും. ആരുമില്ലാതെ സകലതും നഷ്ടപ്പെട്ട് അവൾ അങ്ങനെ ഇരിക്കുന്നത് അവനൊരു നിമിഷം നോക്കി നിന്നു. എന്തു പറഞ്ഞു സമാധാനിപ്പിക്കണമെന്ന് അവന് അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ അവന്റെ കണ്ണു തുടച്ചുകൊണ്ട് അവൾക്കരികിലേക്കിരുന്നു. സമയം ഒരുപാടായി, വിശക്കുന്നില്ലേ? ഭക്ഷണം എടുത്തു തരട്ടെ ഞാൻ? അവനൊരു വിറയലോടെ അവളോട് ചോദിച്ചു. മറുപടിയായി അവൾ ഒന്നും പറഞ്ഞില്ല. ഷോക്കേറ്റ പോലെയുള്ള ഇരിപ്പ് തന്നെയായിരുന്നു. ആ ഇരിപ്പു കണ്ടപ്പോൾ അർജുന് പിന്നെ ഒന്നും പറയാനും തോന്നിയില്ല. അവൻ അവിടെ നിന്ന് എണീറ്റ് അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് തിരികെ വന്നു. അത് അവളുടെ അരികിലായി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ലൈം ജ്യൂസാണ്, കുറേശ്ശെ എടുത്തു കുടിക്ക്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അറിയാം. അവരൊക്കെ കൂടെ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിൽ ഞാനും ഇപ്പോൾ വലിയൊരു തെറ്റാണ്. അനുവാദമില്ലാതെ ഞാൻ നിന്നെ. അർജുന്റെ വാക്കുകൾ ഇടറി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിന്നെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പൊറുക്കണം. ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നില്ല ഞാൻ. നിനക്ക് കഴിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇത് കുടിച്ചിട്ട് കണ്ണടച്ച് പതുക്കെ ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു നോക്ക്. ഞാൻ ഇവിടെ താഴെ കിടന്നോളാം. അത് പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലിൽ നിന്ന് ഒരു തലയണ മാത്രം എടുത്ത് നിലത്തിട്ട് തറയിലിരുന്നു. എന്നിട്ട് വീണ്ടും അവളെ നോക്കി. അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നാൽ എനിക്ക് ഉറക്കം കിട്ടില്ല. നിന്നെ ഇവിടെ തനിച്ചിട്ടിട്ട് പോകാൻ ഒരു പേടി. നേരത്തെ പോലെ ഒന്നും ചെയ്തു കളയാൻ തോന്നരുത്. ഞാൻ ഇവിടെ താഴെ തന്നെ ഉണ്ടാകും. അർജുൻ അത് പറഞ്ഞുകൊണ്ട് മെല്ലെ അവിടെ കിടന്നു. കണ്ണടയ്ക്കാതെ അവൻ എന്തൊക്കെയോ ചിന്തയിലായിരുന്നു. വസ്ത്രം പോലും മാറാതെ തറയിൽ കിടക്കുന്ന അവനെ ആര്യ നന്നായി ഒന്ന് നോക്കി. എന്തൊരു വിഡ്ഢിയായിരുന്നു താൻ. ഇത്രയും കാലം എൻ്റെ സ്വത്തുക്കളൊക്കെ കൈയടക്കി വെച്ച് എന്നെ ചതിച്ചതായിരുന്നു അവർ. മുത്തശ്ശി പോലും അവരുടെ സൈഡായിരുന്നോ? അറിയില്ല. എങ്ങനെയാണ് അവർക്കൊക്കെ ഇല്ലാത്ത സ്നേഹം അഭിനയിക്കാൻ കഴിയുന്നത്? എന്തൊക്കെ കളവ് പറഞ്ഞ അവരെന്നെ വിശ്വസിപ്പിച്ചത്? കൊല്ലാൻ ഏൽപ്പിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ അവരോട് ചെയ്തത്? സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എല്ലാവരെയും? പുറമേ അഭിനയിക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ മുഖം പോലും ഒന്ന് ഓർക്കാൻ കഴിയാത്ത വിധത്തിൽ അവൾ അവരെ വെറുത്തു പോയിരുന്നു. അവൾ അർജുൻ കൊണ്ടുവച്ച ബോട്ടിൽ തുറന്നു അല്പം കുടിച്ച് ദാഹം അകറ്റി. പിന്നെ പതിയെ തലയിണയിലേക്ക് തല ചേർത്തു കിടന്നു. മനസ്സിലേറ്റ ഷോക്കും ചിന്തകളും കാരണം അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല. തുളസിത്തറയിൽ സന്ധ്യാദീപം വെച്ച് കഴിഞ്ഞ് ചായ കുടിക്കാൻ ഇരുന്ന താൻ ഇന്ന് മറ്റൊരു വീട്ടിൽ ഈ അവസ്ഥയിൽ കിടക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഒരു സന്ധ്യ മയങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആര് ഓർത്തു? ചിന്തകളുടെ വലിയ ഭാണ്ഡക്കെട്ടും തലയിലേറ്റിക്കൊണ്ട് അവൾ അങ്ങനെ കിടന്നു. പുലർച്ചെ എപ്പോഴോ ആണ് അവളുടെ കണ്ണുകളിലേക്ക് ഉറക്കം വന്നത്. അർജുനും അതെ. കണ്ണടച്ച് കിടക്കുകയായിരുന്നെങ്കിലും അവന്റെ ഉള്ളം ഉണർന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ അലിവോടെ കണ്ട് കണ്ണ് നിറയ്ക്കാൻ മാത്രമേ അവനായുള്ളൂ. നേരം വെളുത്തപ്പോൾ മുറ്റമടിക്കുന്ന ചൂലിന്റെ ശബ്ദം കേട്ടാണ് ആര്യ കണ്ണു തുറന്നത്. പെട്ടെന്ന് തന്നെ അവൾ കട്ടിലിൽ നിന്നും എണീറ്റു. ഉറക്കമുണർന്നതും തലേ ദിവസം നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എല്ലാം കൂടി തലയ്ക്കാകെ വല്ലാത്ത കനം പോലെ അവൾക്ക് തോന്നി. ഒരു വലിയ കരിങ്കല്ല് എടുത്തു വെച്ചതുപോലെ. തലവേദന കൊണ്ട് അവൾ തല മുറുക്കി പിടിച്ചു. പിന്നെ വേഗം കട്ടിലിൽ നിന്ന് താഴേക്ക് നോക്കി. അവിടെ അപ്പോൾ നിലത്ത് ചുരുണ്ടു കിടക്കുന്ന അർജുനെ കണ്ടു. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. ഇന്നലെ തന്നെ കടന്നു പിടിച്ചവനാണെങ്കിൽ പോലും ഈ ഒരാൾ കാരണമാണ് താനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എന്ന് വ്യക്തമായി അറിയാമായിരുന്നു അവൾക്ക്. ഫോണിലൂടെ കേട്ട അമ്മാവന്റെ ശബ്ദം അവളുടെ കാതിൽ ഇടിത്തീ പോലെ വന്നു വീണു. ഒരു നിമിഷം അവൾ ദേഷ്യത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നിട്ട് പതിയെ എഴുന്നേറ്റു അർജുനെ ഉണർത്താതെ വാതിൽ തുറന്നു. പതുക്കെ ഹാളിലേക്ക് ചെന്നു. വലിയ വീടാണ് അർജുൻ്റേത്. ഒരു കാലത്ത് തൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ആളുടെ മോൻ്റെ വീടാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത്രയും വലിയൊരു വീട് ഈ ചെറുപ്രായത്തിൽ പണിയണമെങ്കിൽ അത്രമാത്രം അവൻ്റെ കഷ്ടപ്പാട് അതിലുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി. അവൾ ആ വീട്ടിൽ നിറയെ കണ്ണോടിച്ചു. അപ്പോഴാണ് ചുമരിൽ വലിയ ഫ്രെയിമിട്ട് വെച്ച അർജുൻ്റെ അമ്മയുടെ ഫോട്ടോ അവൾ കണ്ടത്. അവൾ ആ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെന്നു നോക്കി. കുഞ്ഞുനാളിൽ തനിക്ക് ഒരുപാട് ഭക്ഷണം വാരി തന്നിട്ടുള്ള ശാരദേച്ചി, തന്നെ കുളക്കടവിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു തരുമായിരുന്ന ശാരദേച്ചി,
അമ്മയ്ക്കും അച്ഛനും ശാരദേച്ചി ശരിക്കും കുടുംബത്തിലുള്ള ഒരാളെപ്പോലെ തന്നെയായിരുന്നു. അന്ന് വീട് വിട്ടിറങ്ങിയതിൻ്റെ ശേഷം താൻ പിന്നെ ഇവരെ കണ്ടിട്ടില്ല. ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ശരിക്കും ജീവനുള്ളതുപോലെ അവൾക്ക് തോന്നി. വെളുത്ത നിറവും ഉണ്ട കണ്ണുകളുമൊക്കെയായി ശാരദേച്ചി കാണാൻ സുന്ദരിയായിരുന്നു. നീളമുള്ള ഉള്ളു നിറഞ്ഞ കറുത്ത മുടിയായിരുന്നു അവർക്ക്. ശാരദേച്ചി തലയിൽ തേക്കുന്ന കാച്ചിയ എണ്ണ എനിക്കും അമ്മയ്ക്കുമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അന്നൊക്കെ തനിക്കും നല്ല മുടിയുണ്ടായിരുന്നു. വലിയ സ്നേഹമായിരുന്നു എന്നോട്. ഭർത്താവ് മരിച്ചതോടെ ഭർത്താവിൻ്റെ ബന്ധുക്കാർ ചേർന്ന് സ്വത്തെല്ലാം കൈവശപ്പെടുത്തി ശാരദേച്ചിയെയും അർജുനെയും ഇറക്കി വിട്ടതാണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൈക്കുഞ്ഞായിരുന്ന അർജുനെയും കൊണ്ട് ജീവിക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആരോ പറഞ്ഞറിഞ്ഞു തൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നത്. അച്ഛനും അമ്മയ്ക്കും ശാരദേച്ചിയെയും അർജുനെയും വലിയ കാര്യമായിരുന്നു. പക്ഷേ പിന്നീട് അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം അമ്മാവന്മാരുടെ അധികാരം വന്നപ്പോൾ അർജുനെയും കൂട്ടി പുറത്തു പോകേണ്ടി വന്നു. അർജുന് എന്നോട് ഇഷ്ടമുണ്ട് എന്നത് അവരൊരു കാരണമാക്കി എടുത്തു എന്ന് മാത്രമേയുള്ളൂ. കുഞ്ഞായിരുന്ന താൻ പിന്നെ അവരെക്കുറിച്ചൊന്നും ഓർത്തതുമില്ല. ആര്യ കുറച്ചു നേരം ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. പണ്ട് തനിക്കും അർജുനും അടുക്കളപ്പുറത്തെ നീളൻ വരാന്തയിലിരുന്ന് സ്നേഹത്തോടെ ചോറ് വാരിത്തരുന്ന ശാരദേച്ചിയെയാണ് അവൾക്ക് ഫോട്ടോയിൽ കാണാൻ കഴിഞ്ഞത്. ആ പഴയ കാലം അവളുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തി. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്ന നല്ല കാലം. അർജുനും താനും ഒരുമിച്ച് കാവിൽ വിളക്ക് വെക്കുമായിരുന്ന നല്ല കാലം. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അർജുനെ അവിടെ നിന്ന് ഇറക്കി വിടില്ലായിരുന്നു. എന്നെപ്പോലെ തന്നെ കാര്യമായിരുന്നു അവർക്ക് അർജുനെയും. കണ്ണീരോടെ അവൾ അവരുടെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കി. കൈകൾ കൊണ്ട് മെല്ലെ ഒന്ന് ആ ഫോട്ടോയിൽ തലോടി. ശാരദേച്ചി അപ്പോൾ തന്നെ നോക്കി ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ രണ്ടും വല്ലാതെ നിറഞ്ഞു. ചേച്ചിയുടെ മോനാണ് എന്നെ രക്ഷിച്ചത്. എത്രയോ തവണ അവൾ മോശമായി പെരുമാറിയിട്ടും ജോലിക്കാരിയുടെ മോനെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടും പുറകെ നടന്നു അവളെ സ്നേഹിച്ച അർജുൻ്റെ മുഖമാണ് അവളുടെ മനസ്സിലേക്ക് അപ്പോൾ ഓടി വന്നത്. ശരിക്കും ശാരദേച്ചിയെപ്പോലെ തന്നെയാണ് അർജുൻ കാണാൻ. അമ്മമോൻ എന്ന് വേണമെങ്കിൽ പറയാം. ശാരദേച്ചിയുടെ എല്ലാ ഭംഗിയും അർജുന് കിട്ടിയിട്ടുണ്ട്. അവൾ ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് അവളുടെ കണ്ണ് തുടച്ചു. ശേഷം മെല്ലെ ചെന്ന് മുൻവശത്തെ വാതിൽ തുറന്നു മുറ്റത്തേക്ക് നോക്കി. അവിടെ അപ്പോൾ ഒരു സ്ത്രീ മുറ്റമടിക്കുന്നുണ്ടായിരുന്നു. കോട്ടണിൻ്റെ സാരി ഉടുത്തുകൊണ്ട് 10-60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ. ആളാരാണെന്ന് അറിയാതെ ആര്യ അവരെ തന്നെ നോക്കി നിന്നു. മുറ്റമടിച്ച് തിരിയുമ്പോഴാണ് ആ സ്ത്രീ ഉമ്മറത്ത് നിൽക്കുന്ന ആര്യയെ കണ്ടത്. അവളെ കണ്ടതും അവർ പെട്ടെന്ന് ചൂല് താഴെയിട്ടു. മടക്കിക്കുത്തിയ സാരിത്തുമ്പ് അഴിച്ചിട്ടു. എന്നിട്ട് വിനയത്തോടെ അവളുടെ അരികിലേക്ക് വന്നു. മോള് വന്നിട്ടുണ്ടെന്ന് റോഡിൽ വെച്ച് ഭദ്രനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. ഞാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടാളും ഉറക്കമാണെന്ന് കരുതിയ വന്നു വിളിക്കാഞ്ഞത്. അവർ ബഹുമാനത്തോടെ അവളോട് പറഞ്ഞു. അവൾ ആരാണെന്ന് മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി. ഞാനിവിടെ സഹായത്തിന് വരുന്ന ആളാ. മോൾ ഈ അടുത്ത് ഇവിടേക്ക് വരുമെന്ന് ഭദ്രനും അർജുൻ സാറും എപ്പോഴും പറയാറുണ്ട്. വരുന്ന വഴി ഭദ്രനെ കണ്ടപ്പോഴാ കുഞ്ഞ് ഇന്നലെ വന്നെന്ന് അറിഞ്ഞത്, അവര് പറഞ്ഞു. ആര്യ അവരെ ഒരു സംശയത്തോടെ നോക്കി. ഇവർക്ക് എന്നെ അറിയാമോ? ശേഷം അവരോട് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അവരപ്പോൾ വേഗം പൈപ്പിനടുത്തേക്ക് ചെന്ന് കൈയും കാലും കഴുകി അകത്തേക്ക് കയറി. എന്നിട്ട് അടുക്കളയിൽ ചെന്ന് വേഗം ഒരു ഗ്ലാസ് ചായയുമായി അവൾക്ക് അരികിലേക്ക് വന്നു. ആര്യ അവരെ നോക്കി. അവർ വിനയത്തോടെ അവൾക്ക് നേരെ ചായ ഗ്ലാസ് നീട്ടി. തലേ ദിവസത്തെ ക്ഷീണവും വയ്യായ്മയും ഒക്കെ ഉള്ളത് കാരണം അവർ കൊടുത്ത ചായ അവൾ വേഗം ചുണ്ടിലേക്ക് വെച്ചു. ചേച്ചിക്ക് എന്നെ അറിയാമോ? ആര്യ സൗമ്യതയോടെ അവരോട് ചോദിച്ചു. അറിയാം. സാറിൻ്റെ ഫോണിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അർജുൻ സാറിനെ മോളെ വലിയ ഇഷ്ടമാണെന്നും ഈ അടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമെന്നും ഭദ്രൻ എപ്പോഴും പറയാറുണ്ട്, അവർ സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആര്യയ്ക്ക് പെട്ടെന്ന് ഒരു വിഷമം തോന്നി. അർജുൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു പിറകെ നടന്നത് ആത്മാർത്ഥമായി തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ. ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ മറ്റവരുടെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് എന്നോ മനസ്സിൽ ഉറപ്പിച്ച് കാണണം. ചേച്ചി ഇവിടെ കുറേ ആയോ ജോലിക്ക്? ആര്യ വീണ്ടും അവരോട് പതുക്കെ ചോദിച്ചു. 6 വർഷമായി. ഭദ്രന എനിക്കിവിടെ ജോലിയാക്കി തന്നത്. എല്ലാവരും പറയുന്ന പോലെ അവൻ അത്ര മോശക്കാരനൊന്നുമല്ല. കൂലിത്തല്ലുകാരനാണെങ്കിലും ആളൊരു പാവമാ. ജീവിക്കാൻ വേണ്ടി ചിലരെയൊക്കെ ഭീഷണിപ്പെടുത്തുമെന്നേ ഉള്ളൂ. ഗുണ്ടയാണെങ്കിലും ഒരു സഹായത്തിന് ഓടിയെത്താൻ അവനേ ഉള്ളൂ. എനിക്ക് 2 ആൺമക്കളാ. രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞതാ. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം 2 പേരും എന്നെയും ഭർത്താവിനെയും നോക്കാതെയായി. മൂപ്പരാണെങ്കിൽ ശരീരം തളർന്ന് കിടപ്പില്ല. പണിക്ക് പോകാനൊന്നും വയ്യ.
ഇവിടുത്തെ ജോലി ഉള്ളതുകൊണ്ടാ എൻ്റെയും മൂപ്പരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. അർജുൻ സാർ നല്ല ആളാണ്. എന്നെ വേണ്ടുവോളം സഹായിച്ചിട്ടേയുള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് മൂപ്പരെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള ദിവസമാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന അന്ന് ഇവിടെ ജോലിക്ക് വരണ്ടെന്ന് അർജുൻ സാർ പറയാറുണ്ട്. സാറിൻ്റെ കാരുണ്യത്തിൽ മാത്രമാണ് മോളെ ഞങ്ങൾ രണ്ടാളും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ വന്ന് ആ കുഞ്ഞിന് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. മോളുടെ ഭാഗ്യമാണ് സാറിനെപ്പോലെ ഒരാളെ കിട്ടിയത്. അത്രയ്ക്ക് പാവമാണ് ആ കുഞ്ഞ്. ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചു അതിനും മതിയായി കാണണം. ഇനിയിപ്പോൾ മോളുണ്ടല്ലോ കൂട്ടിന്. ചേച്ചി ചായ എടുത്തു വരാം. മോൾ സാറിന് കൊണ്ടു കൊടുക്ക്. ആര്യ അവർ പറഞ്ഞതൊക്കെ കേട്ടു നിന്നു. അവരപ്പോഴേക്കും അടുക്കളയിൽ ചെന്ന് ഒരു കപ്പിൽ ചായയും എടുത്ത് തിരികെ വന്നു. എന്നിട്ട് ആ കപ്പ് ആര്യയുടെ കയ്യിൽ കൊടുത്തു. ശേഷം അവൾ കുടിച്ച കപ്പ് തിരികെ വാങ്ങി. ചേച്ചി ഉച്ചയ്ക്കുള്ളതും രാത്രിക്കുള്ളതും ഒക്കെ ഉണ്ടാക്കി വെച്ച് ഇന്ന് നേരത്തെ പോകും കേട്ടോ. നാളെ മുതൽ കുറേ സമയം കാണും. മോൾ ഒറ്റയ്ക്കായി എന്ന് വെച്ച് പേടിക്കേണ്ട കേട്ടോ. നാളെ ചേച്ചി മുഴുവൻ സമയവും ഇവിടെ തന്നെ ഉണ്ടാകും. മോളൊന്നും ചെയ്യണ്ട. എല്ലാ പണിയും ചേച്ചി നാളെ രാവിലെ വന്ന് ചെയ്തോളാം. അവരത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. സ്നേഹത്തോടെ സംസാരിക്കുന്ന അവരെ നോക്കി ആര്യയും ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് മെല്ലെ ചായക്കപ്പുമായി റൂമിലേക്ക് നടന്നു. വാതിൽ മെല്ലെ തുറന്ന് അകത്തേക്ക് കയറി. അർജുൻ അപ്പോഴും നിലത്ത് കമിഴ്ന്നു കിടക്കുക തന്നെയായിരുന്നു. അവൾ ചായക്കപ്പ് കൊണ്ടുപോയി അവിടെ മേശപ്പുറത്ത് വെച്ചു. കുഞ്ഞുനാളിൽ അറിവില്ലാത്ത പ്രായത്തിൽ അർജുൻ ഇഷ്ടം പറഞ്ഞതും പിന്നീട് ഇപ്പോൾ വീണ്ടും പിറകെ വന്നതും താൻ വഴക്കു പറഞ്ഞതും ഇന്നലെ കോവിലകത്ത് വന്ന് കൂട്ടിക്കൊണ്ടു വന്നതും രാത്രി തന്നിലേക്ക് ചേർന്നതും പിന്നെ കുരുക്കഴിച്ച് രക്ഷപ്പെടുത്തിയതും ചേർത്ത് പിടിച്ചതുമൊക്കെ അവൾ അവിടെ നിന്ന് ഓർത്തു നോക്കി. ശേഷം മെല്ലെ അവനരികിൽ ചെന്ന് നിലത്തിരുന്നു. പിന്നെ വലതു കൈകൊണ്ട് മെല്ലെ അവൻ്റെ പുറത്ത് തട്ടി വിളിച്ചു. തോളിൽ തട്ടുന്നത് അറിഞ്ഞപ്പോൾ അർജുൻ പെട്ടെന്ന് തിരിഞ്ഞു കിടന്നു കണ്ണു തുറന്നു. തൻ്റെ അരികിലിരിക്കുന്ന അവളെ കണ്ടതും അവൻ വേഗത്തിൽ എഴുന്നേറ്റിരുന്നു. അവളുടെ മുഖത്ത് നോക്കാൻ അവന് എന്തോ ഒരു മടിയുണ്ടായിരുന്നു. സമയം കുറേ ആയല്ലേ? അവൻ അവളെ നോക്കാതെ ചുമരിലെ ക്ലോക്കിലേക്ക് കണ്ണെത്തിച്ചു നോക്കി. അവൾ അപ്പോൾ അവനരികിൽ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ അപ്പോൾ അവളെ നോക്കാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും അറിയാതെ എങ്ങനെയോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിപ്പോയി. ഇവിടെ ജോലിക്കൊരാൾ വരും. ഭക്ഷണമൊക്കെ അവരുണ്ടാക്കും. നിനക്ക് വിശക്കുന്നില്ലേ? എന്തെങ്കിലും കഴിക്കണ്ടേ? അർജുൻ അവളെ നോക്കി ചെറിയൊരു പതറലോടെ ചോദിച്ചു. ഞാൻ ആ ചേച്ചിയെ കണ്ടിരുന്നു. ചായ തന്നിട്ടുണ്ട്. അവൾ പതിയെ അവനോട് പറഞ്ഞു. ആ പുഷ്പേച്ചിയെ കണ്ടിരുന്നോ? അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണും. നീ എന്തെങ്കിലും ചെന്ന് കഴിക്ക്. അർജുൻ അവളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. അവൾ അപ്പോൾ ഒന്നും പറയാതെ അവനെ തന്നെ നോക്കുകയാണ് ചെയ്തത്. കണ്ണിൽ നിന്ന് കണ്ണുനീർ മാത്രം പൊടിയുന്നുണ്ടായിരുന്നു. അവൻ അപ്പോൾ ആ കണ്ണുനീരിൻ്റെ നനവിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ വെളുത്ത വിരലുകൾ കൊണ്ട് മെല്ലെ ഒന്ന് അവളുടെ കവിളിൽ തൊട്ടു. എന്നിട്ട് പറഞ്ഞു. സാരമില്ലടോ, ഞാൻ ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറയാൻ മാത്രമേ എനിക്കാകൂ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, മറക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഒരിക്കലും എന്നെ ഇട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. മാപ്പ്. അവനത് പറഞ്ഞു അവളുടെ മുന്നിൽ കൈകൂപ്പി. വിറയലോടെ അവനത് പറഞ്ഞു കേട്ടതും ആര്യ അവിടെ ഇരുന്നു കരഞ്ഞുപോയി. അർജുൻ്റെ കണ്ണും അവനറിയാതെ തന്നെ നിറഞ്ഞൊഴുകി. വേദനയുണ്ടോ നിനക്ക് ദേഹത്ത് എവിടെയെങ്കിലും? അർജുൻ അവൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, പക്ഷേ മനസ്സ് മുറിപ്പെട്ടു പോയി, അവൾ വിങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ അപ്പോൾ ഒരു കൈകൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ടു അവളെ അവനോട് ചേർത്ത് പിടിച്ചു. ആ ഒരു ചേർത്തുപിടുത്തം അവൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സമയമായിരുന്നു അത്. എത്രയൊക്കെ ആട്ടി അകറ്റിയിട്ടും എന്നെ സ്നേഹിച്ചില്ലേ? ആർക്കും വേണ്ടാത്ത എൻ്റെ ജീവൻ കാത്തു സൂക്ഷിച്ചില്ലേ? ഒരിക്കൽ പോലും ഈ ഇഷ്ടം മനസ്സിലാക്കാൻ എനിക്കായില്ല. എപ്പോഴെങ്കിലും ഈ മനസ്സൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു നിമിഷം നേരത്തെയെങ്കിലും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടേനെ. ആര്യ അവൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാരമില്ലെന്നേ, പോട്ടെ. അവർക്ക് ആർക്കും വേണ്ടെന്ന് അറിഞ്ഞതിനു ശേഷമല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുനാളിലെ ജീവനായിരുന്നു. ബുദ്ധി ഉറയ്ക്കുന്ന പ്രായം മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഇഷ്ടം. മരിക്കുന്നവരെ അത് ഉണ്ടാവുകയും ചെയ്യും. അവൻ അത് പറഞ്ഞപ്പോഴേക്കും അവൾ വീണ്ടും കരഞ്ഞുപോയി. എനിക്ക് പേടിയുണ്ടേട്ടാ. എൻ്റെ അച്ഛനെയും അമ്മയെയും അവർ ഇല്ലാതാക്കിയതാണോ എന്ന് വരെ എനിക്കിപ്പോൾ സംശയമുണ്ട്. എന്നെയും അവർ വെറുതെ വിടില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഒന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ശരീരത്തിലെ അവസാന ശ്വാസം എന്ന് നിലയ്ക്കുന്നുവോ അന്ന് വരെ നിനക്ക് ഞാനുണ്ടാകും. നിന്റെ സ്വത്തുക്കളൊന്നും നിനക്ക് നഷ്ടപ്പെടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ സുരക്ഷിതമായി എൻ്റെ കൈകളിലെത്താൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇനി എനിക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ അവരെ പൂട്ടാം.
ഭദ്രന്റെ കയ്യിൽ അതിനുള്ള തെളിവുകൾ ഉണ്ട്. നീ എൻ്റെ അരികിൽ സേഫാണല്ലോ. ഇനി അവർക്കുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാം. അവരുടെ കുരുട്ടു ബുദ്ധിക്കുള്ള ശിക്ഷ അവർ അനുഭവിക്കും. ഒന്നിൻ്റെ പേരിലും ഒരിക്കലും നിന്റെ കണ്ണ് നനയില്ല. ഇനി ഒരു നിമിഷം പോലും അവരെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. ഒന്നും ഓർക്കരുത്. നിന്റെ മുത്തശ്ശിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നീയും അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി. എന്നെങ്കിലും നിനക്ക് മുത്തശ്ശിയെ കാണണമെങ്കിൽ ഞാനും ഭദ്രനും അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു കാണിക്കാം. കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ ഇനി അവിടേക്ക് ചെന്ന് കയറുന്നതിനെക്കുറിച്ച് നീ ഓർക്കരുത്. എന്നും ഞാനുണ്ടാകും. താലി കെട്ടിയില്ലെങ്കിലും എൻ്റെ സ്വന്തമാണ് നീ. ഇന്നോ ഇന്നലെയോ മുതലല്ല, ഏതോ കാലം മുതൽ തന്നെ എൻ്റെ പ്രാണൻ. അവൻ അത് പറഞ്ഞുകൊണ്ട് അവളെ അവനോട് ചേർത്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആര്യ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. എണീക്ക്, ഭക്ഷണം കഴിക്കാം. ഇന്നലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ? അർജുൻ അവളുടെ തലയിലൂടെയും മുഖത്തൂടെയും തലോടിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോ ഒന്നും വേണ്ട. ഞാൻ കുറച്ചു നേരം ഏട്ടനെ അരികിൽ ഇരുന്നോട്ടെ. കരഞ്ഞുകൊണ്ട് അവൾ അത് ചോദിച്ചപ്പോൾ അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്നിട്ട് 2 കൈകൊണ്ടും അവളെ അവനോട് ചേർത്ത് പിടിച്ചു. തറയിൽ അവൻ കിടന്നിരുന്ന തലയിണയിലേക്ക് തല ചേർത്ത് അവളെയും മാറോട് അണച്ചുകൊണ്ട് കിടന്നു. ദേഹം നൊന്തോ ഇന്നലെ? അർജുൻ അവളെ തലോടിക്കൊണ്ട് ഒരിക്കൽ കൂടി ചോദിച്ചു. ഇല്ല, പക്ഷേ വല്ലാതെ പേടിച്ചു പോയി ഞാൻ, അവൾ മെല്ലെ പറഞ്ഞു. സാരമില്ല, പോട്ടെ. അവൻ അവളുടെ മുടിയിൽ ചുണ്ട് ചേർത്തു. അവൾ അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അങ്ങനെ കിടന്നു. ഒരു ജന്മം മുഴുവൻ അവൾക്ക് കൊടുക്കാനുള്ള സ്നേഹവും നെഞ്ചിലേറ്റിക്കൊണ്ട് അവൻ അവളെ തലോടിക്കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞാണ് അവരവിടെ നിന്ന് എണീറ്റത്. അപ്പോഴേക്കും പണിയെല്ലാം തീർത്ത് ജോലിക്കാരി പോയിരുന്നു. അർജുൻ അവളെ ചായ കുടിക്കാനായി ഡൈനിങ് ഹാളിൽ കൊണ്ടുചെന്നിരുത്തി. അപ്പോഴാണ് പുറത്തുനിന്ന് കോളിംഗ് ബെൽ കേട്ടത്. ആര്യ അപ്പോൾ ഒരു സംശയത്തോടെ അർജുനെ നോക്കി. ഞാനൊന്ന് നോക്കട്ടെ. അർജുൻ അത് പറഞ്ഞു പോയി വാതിൽ തുറന്നപ്പോൾ അത് ഭദ്രനായിരുന്നു. ആ, നീയാണോ? കയറി വാടാ, ഞങ്ങൾ ചായ കുടിക്കാൻ പോവായിരുന്നു. അർജുൻ ഭദ്രനെയും കൂട്ടി അകത്തേക്ക് വന്നു. ഭദ്രനെ കണ്ടതും ആര്യ പെട്ടെന്ന് കസേരയിൽ നിന്ന് എണീറ്റു. നീ ഇരിക്കി. അർജുൻ അവളുടെ തോളിൽ പിടിച്ച് അവിടെ കസേരയിലിരുത്തി. എന്നിട്ട് അവനും അവൾക്കൊപ്പം ഇരുന്നു. ആര്യ അപ്പോൾ ഭദ്രന്റെ മുഖത്തേക്ക് ഒന്ന് ചെറുതായി നോക്കി. ഭദ്രൻ അവളെയും. ഇന്നലെ ഞാൻ കുറച്ച് കടുപ്പത്തിലാ പെരുമാറിപ്പോയത്. സോറി പെങ്ങളെ. അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരണമെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയേ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ടാ. ഇവൻ എൻ്റെ കൂടെപ്പിറപ്പാ. അതുപോലെ തന്നെയാ എനിക്ക് ആര്യയും. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ആര്യ എന്നോട് പൊറുക്കണം. ഭദ്രൻ അത് പറഞ്ഞപ്പോൾ ആര്യ അവനെ നോക്കി നിറഞ്ഞ മനസ്സോടെ നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. ഹാവു, എന്തായാലും ചിരിച്ചു കണ്ടല്ലോ. ഇനി ഞാനിവിടെ ഇരുന്ന് ചായ കുടിച്ചോട്ടെ? ഭദ്രൻ അവളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. ഭദ്രന്റെയും അർജുൻ്റെയും സാമീപ്യം അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു. താൻ ആട്ടി അകറ്റിയപ്പോഴും താൻ പോലും അറിയാതെ തനിക്ക് സംരക്ഷണം തന്ന 2 പേർ, ആ വീട്ടിൽ താൻ സുരക്ഷിതയായിരുന്നതിൻ്റെ കാരണക്കാർ ഇവരാണല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് അവരോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ടായിരുന്നു. അവൾ അവർക്കൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ ചായ കുടിച്ചു. ചായ കഴിഞ്ഞ് എണീറ്റ ശേഷം അർജുൻ ഹോസ്പിറ്റലിൽ വിളിച്ച് കുറച്ചു ദിവസത്തേക്ക് ലീവ് പറഞ്ഞു. ആര്യ അത് കേട്ടുകൊണ്ട് പിറകിൽ നിൽപ്പുണ്ടായിരുന്നു. ശരിക്ക് പറഞ്ഞാൽ ആര്യയും അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അർജുനോടൊപ്പം കുറേ സമയം ഇരിക്കാൻ അവളുടെ മനസ്സ് കൊതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവൻ അവളെയും നെഞ്ചിൽ ചേർത്ത് വെച്ച് കുറേ സമയം ഇരുന്നു. ഇടയ്ക്ക് ഭദ്രനോടൊപ്പം അവളെയും കൂട്ടി പുറത്തു പോയി ഡ്രസ്സും മറ്റും വാങ്ങി തിരികെ വന്നു. അങ്ങനെ നേരം സന്ധ്യ മയങ്ങി തുടങ്ങിയപ്പോൾ ആര്യ ചെന്ന് പൂജാമുറിയിലെ വിളക്ക് എടുത്തു തുടച്ചു. അതിൽ തിരിയിട്ട് കത്തിച്ചു. കോവിലകത്തു നിന്ന് അത് ശീലമായതുകൊണ്ട് തന്നെ ഇരുട്ടി തുടങ്ങിയപ്പോൾ അവൾക്കത് ചെയ്യണമെന്ന് തോന്നി. അർജുൻ എതിരൊന്നും പറയാതെ അത് നോക്കി നിന്നു. വിളക്കിനെ തൊട്ടു തൊഴുത ശേഷം ഒരു നുള്ളു ഭസ്മം എടുത്ത് അർജുൻ്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. നിറഞ്ഞു തുളുമ്പുന്ന പ്രണയത്തോടെ അർജുൻ അവളെ നോക്കി. അവൾ അർജുനെയും. ചിരിച്ചുകൊണ്ട് അവൾ പൂജാമുറിയിലേക്ക് തന്നെ പോയി. ശേഷം അർജുൻ്റെ അമ്മയുടെ ഫോട്ടോയ്ക്കരികിൽ ചെന്ന് വിളക്ക് കാണിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് അവൾ ആ വിളക്ക് ഉമ്മറത്ത് കൊണ്ടുവച്ചു. അപ്പോൾ അവളുടെ പിറകിലായി കണ്ണു നിറഞ്ഞുകൊണ്ട് അർജുനും ഉണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു കൊണ്ട് വലിയ കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടി സന്ധ്യയ്ക്ക് അർജുൻ്റെ വീട്ടിൽ വിളക്ക് കൊളുത്തി. അർജുൻ്റെ അമ്മ പോയതിനു ശേഷം അങ്ങനെ ഒരു പതിവ് ആ വീട്ടിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉമ്മറക്കോലായിൽ തെളിഞ്ഞു കത്തുന്ന നിലവിളക്കും നോക്കി അവൻ കുറേ നേരം നിന്നു. ചുറ്റിലും അമ്മയുടെ സാമീപ്യം നിറയുന്ന പോലെ അവന് തോന്നി. അമ്മയുടെ മനസ്സിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും. ഇനി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. കണ്ണ് തുടച്ചുകൊണ്ട് അവൻ ആര്യയ്ക്ക് അരികിലേക്ക് ചെന്നു. അവൾ അപ്പോൾ ഉമ്മറത്തെ വാതിൽക്കട്ടിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു.
അർജുൻ അവിടെ വെച്ച് തന്നെ അവളുടെ അരയിലൂടെ കൈയിട്ട് പിടിച്ചു അവളെ അവനോട് ചേർത്തു. ഇനിയൊരു ജന്മത്തിലേക്കുള്ള കരുതൽ മുഴുവൻ സ്വരുക്കൂട്ടിയുള്ള അവൻ്റെ പിടുത്തം അവളുടെ അരയിൽ മുറുകി. ആട്ടി അകറ്റിയിട്ടും യോഗ്യനല്ലെന്ന് പുച്ഛിച്ചു തള്ളിയിട്ടും പിറകെ നടന്ന് തന്നെ സ്നേഹിച്ചു തോൽപ്പിച്ച അർജുനോടുള്ള മുഴുവൻ സ്നേഹവും മനസ്സിലിട്ടുകൊണ്ട് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. തെളിഞ്ഞു കത്തുന്ന സന്ധ്യാദീപത്തെ സാക്ഷി നിർത്തി അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുണ്ടു ചേർത്തു. ദൂരെ അപ്പോൾ ഒരു കൂട്ടം കിളികൾ കൂടണയാൻ പറക്കുന്നുണ്ടായിരുന്നു. അവർ ഉമ്മറത്തു നിന്ന് ആ കാഴ്ച നോക്കി കണ്ടു. അതുപോലെ ഒരുമിച്ച് കൂടണയാനായി അവരുടെ മനസ്സും കൊതിച്ചു. അവളുടെ അനുവാദമില്ലാതെ അവളെ കളങ്കപ്പെടുത്തിയത് ഒരു വലിയ തെറ്റായി അവൻ്റെ മനസ്സിൽ അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവളെ സംബന്ധിച്ചിടത്തോളം അവൻ കാണിച്ച കരുണയ്ക്കും തന്ന സുരക്ഷയ്ക്കും മുൻപിൽ ആ തെറ്റ് പതിയെ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. ചെയ്ത സഹായങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ അവൾ അവനോട് ചേർന്നു.